നമസ്കാരം. ആർട്സ് കോളേജ് ലിറ്ററേച്ചർ ഫെസ്റ്റിൻ്റെ ആദ്യ ദിവസമായ ഇന്ന് നമുക്കറിയാം കോഴിക്കോടിൻ്റെ നാടക ജീവിതം എന്ന വിഷയത്തെക്കുറിച്ചാണ് ഈ വേദിയിൽ ചർച്ച ചെയ്യുന്നത്. അപ്പം കോഴിക്കോടിൻ്റെ നാടക ജീവിതം ചർച്ച ചെയ്യപ്പെടുന്ന അവസരത്തിൽ നമ്മളെ ആർട്സ് കോളേജ് കോഴിക്കോടിന് വേണ്ടി നൽകിയ സംഭാവനകളുണ്ട്. അത് മറ്റാരുമല്ല, ഇന്ന് ജീവിച്ചിരിപ്പില്ലാത്ത കോഴിക്കോട്ടെ പ്രധാനപ്പെട്ട രണ്ട് നാടക പ്രവർത്തകരാണ്. ഒന്ന് ആർട്സ് കോളേജിൻ്റെ മുൻ ചെയർമാനായിരുന്ന എ ശാന്തകുമാറും നമ്മുടെ സ്വന്തം പ്രദീപൻ പാമ്പിരികുന്നുമാണ്. അവരെ രണ്ടുപേരെയും ഓർമ്മിച്ചുകൊണ്ട് ഞാൻ ഈ സെഷനിലേക്ക് കടക്കുകയാണ്. അപ്പം നമുക്കെല്ലാവർക്കും അറിയാം, കോഴിക്കോട് എന്ന് പറയുമ്പം കോഴിക്കോടിൻ്റെ ചരിത്രം നമ്മൾ എടുത്ത് പരിശോധിക്കുന്ന സമയത്ത് നമുക്ക് അധിനിവേശത്തിൻ്റെയും സ്വാതന്ത്ര്യ സമരങ്ങളുടെയും വ്യാപാരങ്ങളുടെയും ഒക്കെ തന്നെ നീണ്ട ചരിത്രമാണുള്ളത്. അതുപോലെ തന്നെ നമുക്ക് പ്രധാനപ്പെട്ട ഒന്നാണ് നമ്മുടെ സാംസ്കാരിക ചരിത്രം എന്ന് പറയുന്നത്. ഇവിടുത്തെ ഈ പുസ്തക പ്രസാധനം, പത്രപ്രവർത്തനം, സംഗീതം, ഗസലുകൾ, രാഷ്ട്രീയ ജീവിതം തുടങ്ങി ഇവിടുത്തെ സാംസ്കാരിക ചരിത്രം പരിശോധിക്കുമ്പം അതിൽ നാടകത്തിനും വലിയൊരു പങ്കുണ്ട്. ഈ പറയുന്ന അന്നത്തെ കാലത്തെ ഒരു കാലഘട്ടത്തിൻ്റെ അവസ്ഥ, യഥാർത്ഥ സംഭവങ്ങൾ, അതുപോലെ സാംസ്കാരിക രാഷ്ട്രീയ ചിന്തകൾ, ഇതിനൊക്കെ തന്നെ അവതരിപ്പിക്കുന്നതിൽ കോഴിക്കോട് നാടകവേദി, നമ്മുടെ മലബാറിൻ്റെ നാടകവേദി വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട്. അപ്പോൾ ആ വിഷയത്തിൽ എനിക്ക് തോന്നുന്നു നമ്മൾ ഇവിടെ വന്നിട്ടുള്ള നമ്മുടെ ഇതുമായിട്ട് ബന്ധപ്പെട്ട് സംസാരിക്കാൻ നമ്മൾ തിരഞ്ഞെടുത്തിട്ടുള്ളവർ ഏറ്റവും അനുയോജ്യരായ ആളുകൾ തന്നെയാണ്. നാടകത്തിൻ്റെ പ്രവർത്തനത്തിലായാലും വേദിയിലും വേദിക്ക് പിറകിലായിട്ടും കൃത്യമായിട്ട് അതിനോട് ഏറ്റവും കോഴിക്കോടിൻ്റെ നാടക ജീവിതത്തോട് വളരെയേറെ ബന്ധമുള്ള ആളുകൾ തന്നെയാണ് ഇരിക്കുന്നത്. കൂടാതെ ഞാൻ ഉൾപ്പെടുന്ന നമുക്കറിയാം, ഇവിടുത്തെ ഗവേഷണം നമ്മുടെ യൂണിവേഴ്സിറ്റി കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഗവേഷകരുള്ള ഡിപ്പാർട്ട്മെൻറ്റാണ്, വിഭാഗമാണ് മലയാള വിഭാഗമെന്ന് വളരെ അഭിമാനത്തോടെയാണ് ഞാൻ പറയുന്നത്. അപ്പം ഗവേഷകരുൾപ്പെടെ വിദ്യാർത്ഥികൾക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ അവരുടെ ഗവേഷണത്തിനും നാടക വിദ്യാർത്ഥികൾക്കൊക്കെ വേണ്ടിയിട്ട് വലിയൊരു സംഭാവന നൽകിയ ആൾ കൂടിയാണ് ശ്രീകുമാർ സാറ്. ശ്രീകുമാർ സാറിൻ്റെ ഗവേഷണ രീതി എന്ന് പറഞ്ഞാൽ, അതായത് സാധാരണയിൽ നിന്ന് കുറച്ചുകൂടെ എന്താ പറയുക, വ്യത്യസ്തത എന്നാണോ അല്ലെങ്കിൽ എങ്ങനെയാണ് അതിനെ വിശേഷിപ്പിക്കേണ്ടതെന്ന് എനിക്കറിയില്ല. സാറിൻ്റെ ദത്തശേഖരണം എന്നൊക്കെ പറഞ്ഞാൽ ഗവേഷകർ അത്ര മൈന്യൂട്ടായിട്ടുള്ള കാര്യങ്ങളെപ്പോലും ഈ മടയിൽ ചെന്ന് കണ്ടെത്തി അത് വിദ്യാർത്ഥികൾക്ക് വേണ്ടിയിട്ട് കൊണ്ടു തന്നിട്ടുള്ള ആളാണ് ശ്രീകുമാർ സാറ്. അപ്പം എൻ്റെ ഡിഗ്രി കാലം തൊട്ട് ഇപ്പം വരെ ഗവേഷണം, എൻ്റെ ഡിഗ്രി പ്രൊജക്റ്റ് മുതൽ PG ആയാലും ഗവേഷണമായാലും ഞാൻ നാടകത്തിൽ തന്നെയാണ് ഫോക്കസ് ചെയ്യുന്നത്. അപ്പോൾ എനിക്ക് വളരെയേറെ ഉപകാരപ്പെട്ടിട്ടുള്ള, എനിക്ക് വ്യക്തിപരമായ പേരിൽ വളരെയേറെ കടപ്പാടുള്ള ഒരാളാണ് ശ്രീകുമാർ സാറ്. അപ്പം എനിക്ക് മാത്രമല്ല, ഈ നാടക വിദ്യാർത്ഥികൾക്കൊക്കെ വളരെയേറെ ഉപകാരപ്പെട്ട സംഗീത നാടക ചരിത്രമുണ്ട്. അപ്പോൾ അത്തരത്തിൽ നാടകവുമായി ബന്ധപ്പെട്ട് നമുക്ക് നിങ്ങൾക്കും ചോദിക്കാവുന്ന നിങ്ങളുടെ സംശയങ്ങളൊക്കെ തീർത്തു തരാൻ പറ്റുന്ന ആളുകളാണ് ഈ വേദിയിലിരിക്കുന്നത്. അപ്പോൾ ഞാനെങ്ങനെ പറഞ്ഞ് നീട്ടുന്നില്ല, നമുക്ക് ഈ ചർച്ചയിലേക്ക് കടക്കാമെന്ന് തോന്നുന്നു. അപ്പം ആദ്യം തന്നെ ഞാൻ വിൽസൺ സാറിനോട് സംസാരിക്കാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പം വിൽസൺ സാറിനെ പറ്റി പറയുകയാണെങ്കിൽ നാടക സംഘാടന രംഗത്ത് പതിറ്റാണ്ടുകളുടെ പരിചയ സമ്പത്തുള്ള ഒരാളാണ്. KT മുഹമ്മദിൻ്റെ സഹയാത്രികൻ എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് വിശേഷിപ്പിക്കാം. നമുക്കറിയാം കോഴിക്കോടിൻ്റെ ഞാനിപ്പോൾ പ്രദീപൻ മാഷൊക്കെ പറഞ്ഞു. അതുകൂടാതെ നമുക്ക് കോഴിക്കോടിന് ഒരുപാട് നാടകക്കാരുണ്ട്. ഇപ്പം KT മുഹമ്മദ് ആയാലും താജ് ആയാലും അതുപോലെ സജിത മഠത്തിൽ, പിന്നെ ശാന്താദേവി തുടങ്ങി ഒരുപാട് ആളുകൾ നമ്മുടെ കോഴിക്കോട്ടെ നാടകത്തിന് വേണ്ടിയിട്ട് സംഭാവന നൽകിയിട്ടുണ്ട്. അപ്പം അവരോടൊക്കെ കൂടെ ഒരുപാട് കാലം പ്രവർത്തിച്ചെന്ന് പറയാൻ പറ്റില്ല, ജീവിച്ചിട്ടുള്ള ആളുകളാണ് ഇവിടെ ഇരിക്കുന്നത്. അപ്പോൾ വിൽസൺ സാറിനോട് എനിക്ക് ചോദിക്കാനുള്ളത്, ഞാനിപ്പോൾ പറഞ്ഞു, നമ്മുടെ നാടകത്തിൻ്റെ അല്ലെങ്കിൽ കേരളത്തിൻ്റെ ഒരു സാംസ്കാരിക ചരിത്രം എടുത്തു നോക്കുമ്പോൾ കോഴിക്കോടിന് വലിയൊരു പങ്കാണ് അതിനകത്തുള്ളത്. അപ്പോൾ അതിൻ്റെ ഒരു അതിർത്തി എങ്ങനെയാണ്, കോഴിക്കോടിൻ്റെ നാടക അതിർത്തി
നിർണ്ണയിക്കാൻ നമുക്ക് സാധിക്കുന്നത് എന്നാണ്. അപ്പം അത് കോഴിക്കോട് നഗരത്തിൽ മാത്രം കേന്ദ്രീകരിച്ചിട്ടാണോ, അല്ലെങ്കിൽ എങ്ങനെയാണ് കോഴിക്കോടിൻ്റെ ഒരു നാടക അതിർത്തിയെ കുറിച്ച് നമുക്ക് പറഞ്ഞു തരാൻ സാറിന് പറ്റുക? ബഹുമാന്യ ശ്രീകുമാർ ബാബു പുതുശ്ശേരി, എൻ്റെ മുമ്പിരിക്കുന്ന വിദ്യാർത്ഥികളെ, അധ്യാപകരെ, എം എ ജോൺസൺ സാർ അടക്കമുള്ള നാടകത്തോട് താല്പര്യപൂർവ്വം നാടകത്തെ സ്നേഹിക്കുന്ന ഒരു പറ്റം ആളുകളെ, ഞാൻ ചോദ്യത്തിന് ഉത്തരമായി പിന്നീട് പറയാം. പക്ഷേ നാടകം എന്ന വിഷയം എൻ്റെ തട്ടകമല്ലായിരുന്നു. ഞാൻ സംഗീതക്കാരനാണ്. സംഗീതവും നാടകവും എങ്ങനെ ലയിപ്പിച്ച് ചേർക്കാം എന്നൊരു പരീക്ഷണത്തിൻ്റെ ഭാഗമായാണ് ഞാനൊരു നാടകക്കാരനായി മാറിയത്. മലയാള നാടകവേദിക്ക് ഒരു 170 കൊല്ലത്തിൻ്റെ പാരമ്പര്യം നമുക്ക് അവകാശപ്പെടാനുള്ളൂ. പക്ഷെ കോഴിക്കോട് ശ്രീകുമാറിൻ്റെ ഗന്ധത്തിൽ നിന്ന് കടമെടുത്തുകൊണ്ടെന്ന് പറയുന്ന ഏകദേശം തമിഴ് നാടകങ്ങളായിരുന്നു കോഴിക്കോടിൻ്റെ ഭാഗതയെ നിർണ്ണയിച്ചിരുന്ന ഒരു കാലഘട്ടത്തിൽ. പിന്നെ അത് അമേച്വർ നാടക സമിതികളിലേക്ക് ചേക്കേറുകയായിരുന്നു. പ്രൊഫഷണൽ നാടക സമിതികൾ വളരെ തുച്ഛമായിരുന്നു. അന്നൊക്കെ യാത്രാ സൗകര്യങ്ങളും വാർത്താവിനിമയ അസൗകര്യങ്ങളൊക്കെ ഉള്ള കാരണം കോഴിക്കോടിൻ്റെ അതിർത്തി കുറ്റിപ്പുറം പാലം വരെയായിരുന്നു. ഇവിടുന്ന് അങ്ങോട്ട് തെക്കോട്ട് കാസർഗോഡ് വരെയുമാണ് കോഴിക്കോട് നാടകത്തിൻ്റെ ശൈലീകൃതമായ വേദി എന്ന് അന്ന് കണക്കാക്കപ്പെട്ടിരുന്നത്. തെക്ക് ഭാഗത്തു നിന്ന് KPSCയും ചങ്ങനാശ്ശേരി ഗീത, ചാച്ചപ്പൻ്റെ നാഷണൽ തിയേറ്റേഴ്സ്, പിന്നെ കേരള തിയേറ്റേഴ്സ് ഫ്രം ട്രിവാൻഡ്രം, ഇങ്ങനെ ഒരു പറ്റം ആളുകൾ തെക്കിൽ നിന്ന് ഇങ്ങോട്ട് ഉത്സവങ്ങൾക്ക് വേണ്ടി നാടകം പ്രൊഫഷണലായിട്ട് അവതരിപ്പിക്കാൻ വന്നു എന്ന് മാത്രമേ അവകാശപ്പെടാവൂ. കോഴിക്കോടിൻ്റെ നാടകചിത്രം ഒരു 15 മിനിറ്റ് കൊണ്ട് സംസാരിച്ച് തീർക്കുക എന്ന വളരെ സാഹസികമായൊരു കർത്തവ്യമാണ് എന്നിൽ നിക്ഷിപ്തമായിരിക്കുന്നത്. ഞാൻ വളരെ ചുരുങ്ങിയ തരത്തിൽ അതിൻ്റെ കാര്യങ്ങൾ പറഞ്ഞു തീർക്കാം. അതിർത്തി എന്ന് പറയുന്ന നാടകത്തിനോ അല്ലെങ്കിൽ ഒരു കലയ്ക്കോ ഒരു അതിർത്തി ഇല്ല. പക്ഷെ മലയാള നാടകവേദിയെ സംബന്ധിച്ചിടത്തോളം അഭിനയ ശൈലിയിൽ ഏറ്റവും മുൻതൂക്കം നിന്ന ഒരു വിഭാഗമാണ് കോഴിക്കോട്ടെ അഭിനയ ശൈലികൾ. തെക്കുള്ള നാടക ശൈലിയിൽ നമുക്ക് ചില അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടെങ്കിൽ പോലും അക്ഷരസ്ഫുടതയോടുകൂടി സംസാരിക്കാൻ കഴിവുള്ള കഥാപാത്ര ഡയലോഗുകളെ അതിൻ്റെ അർത്ഥതലങ്ങളിൽ വിന്യസിപ്പിക്കാൻ കഴിവുള്ള നടന്മാരുണ്ടായിരുന്നു എന്നുള്ളത് സത്യമാണ്. എന്നാൽ അഭിനയത്തിൽ ലയിപ്പിച്ച് ചേർത്തുകൊണ്ടുള്ള ശൈലി കോഴിക്കോട് നാടകവേദിയുടെ ഒരു മുതൽ മുടക്ക് തന്നെയാണ്. തെക്ക് ഭാഗങ്ങളിലേക്ക് പോയി കഴിഞ്ഞാൽ കോഴിക്കോട് അഭിനയ ശൈലിയോട് ഏറെ ആഭിമുഖ്യം പുലർത്തുന്നതായി എൻ്റെ അനുഭവത്തിൽ നിന്ന്. ഞാൻ 60 തുടങ്ങി 1960 മുതൽ നാടക ലോകത്തിൽ പ്രവർത്തിക്കുന്ന ഒരാളാണ്. അമേച്വർ നാടകങ്ങൾ കോഴിക്കോട്ട് വളരെ ധാരാളം അക്കാലത്ത് വന്നിരുന്നു. ഇന്ന് കോഴിക്കോട് ടൗൺ ഹാളിൽ ആഴ്ചയിൽ 7 ദിവസം ഉണ്ടെങ്കിൽ 5 ദിവസവും ഗാനമേളകളാണ് നമ്മളിപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. നാടകങ്ങൾ വളരെ വിരളമാണ്. അതിൻ്റെ അസൗകര്യങ്ങളാണ്, അതിൻ്റെ സ്റ്റേജിൻ്റെ സൗകര്യങ്ങളെക്കുറിച്ചുള്ള പരിമിതികളാണ് അതിനെ കാരണമായി നിൽക്കുന്നത് മനസ്സിലാവും. പക്ഷെ അന്ന് 5 ദിവസങ്ങളിലും അമേച്വർ നാടകങ്ങളായിരുന്നു. അതിലൊക്കെ തന്നെ പശ്ചാത്തല സംഗീതം ഒരുക്കാനുള്ളൊരു ഭാഗ്യമുണ്ടായ നിലയിൽ അതിൻ്റെ അനുഭവങ്ങളിൽ നിന്ന് ഞാൻ ആരംഭിക്കാം. AK പുതിയങ്ങാടി, AK അബ്ദുള്ള, സദാനന്ദൻ പുതിയറ, സഹദേവ മക്കട, നെടുകുന്ന് ജോസഫ്, പ്രഗത്ഭരായ അമേച്വർ നാടക സംഘങ്ങളുണ്ടായിരുന്നു കോഴിക്കോട്ട്. അവരുടെ പ്രവർത്തനങ്ങൾ മലയാള നാടകവേദിയിലെ വളർച്ചക്കേറെ മുൻതൂക്കം നിൽക്കാൻ കാരണമായിട്ടുണ്ട്. അന്നൊക്കെ വായനശാലകളിലൂടെയാണ് അത്തരം അമേച്വർ നാടകങ്ങൾ ടൗൺ ഹാളിലൊക്കെ അവതരിപ്പിക്കാറ്. CL ജോസിൻ്റെ നാടകങ്ങളായിരുന്നു, പ്രിൻ്റഡ് നാടകങ്ങളായിരുന്നു കൂടുതൽ. മരരഘുനാഥിൻ്റെ ഒക്കെ നാടകങ്ങൾ ബുക്കുകളിൽ നോക്കി, അതായത് അതിലൊരു പ്രത്യേകത എന്ന് പറയുന്നത് സ്ത്രീ കഥാപാത്രങ്ങൾ വളരെ കുറവായിരിക്കും. അന്നൊക്കെ നാടകത്തിൽ സ്ത്രീകളെ അഭിനയിക്കാൻ എടുക്കുക എന്നുള്ളതും കിട്ടുക എന്നുള്ളതും വളരെ പ്രയാസമുള്ള കാര്യമായിരുന്നത് കൊണ്ട് തന്നെ കുറഞ്ഞ സ്ത്രീ കഥാപാത്രങ്ങൾ വെച്ചുള്ള നാടകങ്ങൾക്കാണ് കലാസമിതികൾ അതിൻ്റെ നാടകമായി തിരഞ്ഞെടുക്കാറുള്ളത്. അതുകൊണ്ട് CL ജോസിൻ്റെ നാടകങ്ങളാണ്, പ്രകാമഷ്ടി തുടങ്ങിയിട്ടുള്ള നാടകങ്ങൾ വളരെ പ്രസിദ്ധമായ CL ജോസിൻ്റെ നാടകങ്ങൾ കോഴിക്കോട്ട് ചില നാടകങ്ങളുടെ സ്പെഷ്യലൈസ്ഡ് പേഴ്സണായിട്ട് അതിൻ്റെ പശ്ചാത്തല സംഗീതം ചെയ്യാൻ മിടുക്കൻ എന്ന നിലയിലുള്ള സൽപ്പേരൊക്കെ ലഭിച്ച ഒരാളാണ് ഞാൻ. കാരണം അത് അത്രയധികം നാടകങ്ങൾക്ക് പശ്ചാത്തല സംഗീതം ഒരുക്കാൻ, ഞാനൊരു വയലിനിസ്റ്റാണ് എന്നാണ് ആദ്യമായി പറയേണ്ടിയിരുന്നത്, ഞാൻ പറഞ്ഞില്ല. ഞാനൊരു വയലിനിസ്റ്റാണ്. ഒരു സംഗീതത്തിൻ്റെ ഏറ്റവും പാരമ്യം, നാടകങ്ങൾക്ക് ഏറ്റവും ആവശ്യമായിട്ടുള്ള സംഗീതമാണ്, സംഗീത ശാഖയാണ് വയലിനിലൂടെ നമുക്ക് പൊതുജന സമക്ഷം അവതരിപ്പിക്കാൻ കഴിയുന്നത് എന്ന് കണ്ടെത്തിയ ഒരു കാലഘട്ടത്തിൻ്റെ ഒരു പ്രതിനിധി കൂടിയാണ് ഞാൻ. അപ്പം അന്ന്
ഇത്തരം നാടകങ്ങൾ വന്ന ശേഷം പിന്നെ എങ്ങനെയാണ് പ്രൊഫഷണൽ നാടക സംഘത്തിനോടുള്ള ചായ്വ് വന്നതെന്നറിയാം. നമുക്ക് പുറമേ സ്ഥലങ്ങളിൽ നിന്നൊക്കെ തന്നെ തെക്ക് ഭാഗങ്ങളിൽ നിന്നൊക്കെ കാബാലിക പോലത്തെ നാടകങ്ങൾ, എൻ പിള്ളയുടെ വിശ്വകല വളർച്ചയിലുള്ള നാടകങ്ങളൊക്കെ വന്ന് ഇവിടെ കാണാറുണ്ട്. ടിക്കറ്റ് വെച്ചുള്ള പരിപാടികൾ ശ്രീനാരായണ സെന്നൂരിൽ മാത്രമേ 1000 പേർക്ക് ഇരുന്ന് കാണാനുള്ള സൗകര്യം ഉള്ളതുകൊണ്ട് തന്നെ അവിടെ വെച്ചാണ് ഇത്തരം നാടകങ്ങൾ കണ്ടുകൊണ്ടിരുന്നത്. അതിന് മുൻപൊക്കെ തമിഴ് നാടകങ്ങളെക്കുറിച്ചൊക്കെ ശ്രീകുമാർ അദ്ദേഹത്തിൻ്റെ ബുക്കുകൾ എഴുതിപ്പിച്ചിട്ടുണ്ട്. MR രാധ പോലത്തുള്ള വളരെ പ്രസിദ്ധരായ ആൾ. സിനിമ ഹോൾഡോർ ആവുമ്പോൾ ബുധൻ വ്യാഴം വെള്ളി ദിവസങ്ങളിലാണ് ഇത്തരം നാടകങ്ങൾ കോഴിക്കോട്ട് കോർണർഷ്യൻ തിയേറ്റർ, രാധാ തിയേറ്ററിലൊക്കെ തന്നെ അവതരിപ്പിച്ചുകൊണ്ടിരുന്നത്. അതൊരു ചെറിയ സൗകര്യങ്ങളാണ്. എൻ്റെ കുട്ടിക്കാലത്ത് ഞാനത് കണ്ടിട്ടില്ല, പറഞ്ഞ് കേട്ടിട്ടുണ്ട് രക്ഷിതാക്കളിൽ നിന്നും. അപ്പം അത്രയും ഒരു നാടകത്തിൻ്റെ വളർച്ചയെ കോഴിക്കോട് ഏറ്റെടുക്കുകയായിരുന്നു. കോഴിക്കോടൻ നാടക ശൈലി എന്ന് തന്നെ ഒരു ശൈലി മലയാള നാടകവേദിയിൽ സൃഷ്ടിച്ചെടുക്കാൻ കോഴിക്കോട്ടെ നാടകക്കാർക്ക് കഴിഞ്ഞു എന്നുള്ളത് തന്നെയാണ് ഇതിൻ്റെ അതിർത്തിയെ നമ്മൾ പറ്റി സംസാരിക്കുമ്പോൾ നമുക്ക് കൂടുതൽ ഉൾക്കൊള്ളാൻ കഴിയുന്നത്. രമേശ് ചന്ദാങ്ങളിൽ നിന്ന് ആദ്യത്തെ പ്രൊഫഷണൽ നാടകം മീൻചന്ത രാജാ തിയേറ്റേഴ്സ് ആയിരുന്നു. അതിലും ഒരു ചെറിയ പശ്ചാത്തല സംഗീത വിദഗ്ധനായി പങ്കെടുക്കാൻ സാധിച്ചു എന്നുള്ളതും ഞാൻ എൻ്റെ ഈ അവസരത്തിൽ ഓർത്തെടുക്കാൻ ശ്രമിക്കുകയാണ്. പിന്നെ അതിനുശേഷം മ്യൂസിക്കൽ തിയേറ്റേഴ്സ് വന്നു. പിന്നെ കോഴിക്കോട് സംഗമം തിയേറ്റേഴ്സിൻ്റെ ആവിർഭാവമാണ് മലയാള നാടകത്തെക്കുറിച്ച് ചലനം സൃഷ്ടിക്കാൻ കഴിഞ്ഞത്. അത് ഞാൻ ഉൾക്കൊള്ളുന്നൊരു സംഘമായിരുന്നതുകൊണ്ടുള്ള അഭിമാനത്തോടെ പറയുന്നതിൽ ഉപരിയായിട്ട് അതൊരു ടേണിംഗ് പോയിൻ്റായിരുന്നു മലയാള നാടകവേദിയുടെ ചരിത്രത്തിൽ, പ്രൊഫഷണൽ നാടകവേദിയുടെ ചരിത്രത്തിൽ. ഇത് പ്രൊഫഷണലാണോ അമീച്ചറാണോ എന്നൊരു തിരിച്ചറിവ് നിന്ന് നാടകമാണ് എന്ന് തിരിച്ചറിഞ്ഞ ഒരു കാലഘട്ടത്തിലായിരുന്നു 1970 പ്രൊഫഷണൽ നാടകത്തിൻ്റെ കാൽവെപ്പോടുകൂടി സംഘം ആരംഭിച്ചത്. 1998 KT മഹോദയൻ്റെ ഞങ്ങളൊക്കെ ഉൾക്കൊള്ളുന്ന എക്സ്പെരിമെൻ്റൽ തിയേറ്റേഴ്സിൻ്റെ പ്രൊഡക്ഷനായിരുന്നു സൃഷ്ടി എന്ന നാടകം. ആ സൃഷ്ടി എന്ന നാടകമാണ് പിന്നീട് മലയാള നാടകവേദിക്ക് ഭാവമൊക്കെ മാറ്റിയെടുത്ത ഒരേറ്റവും പ്രഗത്ഭമായ നാടക ശൈലിയുടെ പൂർണ്ണത്തിൽ ഒരു പൂർണ്ണ നാടകം എന്ന നിലയിൽ ഇന്നും വിലയിരുത്തിപ്പോകുന്ന ഒരു നാടകമാണ് സൃഷ്ടി. സൃഷ്ടിക്ക് ശേഷം KTയുടെ സ്ഥിതി വന്നു, സംഹാരം വന്നു, സാക്ഷാത്കാരം വന്നു, സമന്വയം വന്നു, സനാതനം വന്നു, സന്നാഹം വന്നു. അങ്ങനെ 7 സപ്തസ്വരം പോലെ മനോഹരമായ, ഏതാണ് നല്ലത് എന്ന് പറയാൻ പ്രയാസപ്പെടുന്ന 7 നാടകങ്ങൾ KT സംഗമത്തിലൂടെ മലയാള പ്രൊഫഷണൽ നാടകവേദിക്ക് നൽകിയും കൊണ്ടാണ് KT സംഗമം വിട്ടത്. അതിൻ്റെ തുടർച്ചയെന്ന മൂലം MT വാസൻ നായരാണ് സംഗമത്തെ കൈപിടുത്തുയർത്തിയത്. ഒരു പിടിവള്ളി എന്ന നിലയിൽ MTയെ സമീപിക്കുകയും എൻ്റെ തട്ടകമല്ല നാടകമെന്ന് MT വളരെ സ്നേഹത്തോടു കൂടി മറുപടി പറയുകയും തിരിച്ചയക്കുകയും പിന്നീട് തിരിച്ച് വിളിച്ചുകൊണ്ട് ഗോപുരനടയിൽ എന്നൊരു നാടകം എഴുതി തരികയും അത് സംവിധാനം ചെയ്തു എന്നത് തന്നെയാണ് മലയാള നാടകവേദി ചരിത്രത്തിൽ ഏറ്റവും സുപ്രധാനമായ ഒരു വഴിത്തിരിവായി ഞാൻ കാണുന്നത്. അദ്ദേഹം പിന്നീട് നാടകം എഴുതിയിട്ടില്ല എന്നാണ് എൻ്റെ അറിവ്. അദ്ദേഹത്തിന് ഞങ്ങളുടെ സമ്മർദ്ദം, ഞാൻ വിക്രമനായുടെ സമ്മർദ്ദത്തിന് വഴങ്ങേണ്ടി വന്നു എന്നുള്ളത് മലയാള വേദിക്ക് കിട്ടിയൊരു പുണ്യമായിട്ടാണ് ഞാൻ കാണുന്നത്. ഞങ്ങളെ നിരാരംഭരായ സംഗമത്തിൻ്റെ കലാകാരന്മാരുടെ മനസ്സിനെ തിരിച്ചറിഞ്ഞ ഒരവസ്ഥയിൽ MT ഇതിന് തയ്യാറാവുകയായിരുന്നു എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. MT കൃഷിയുടെ ഗോകുലൻ രജിസ്ട്രേഷൻ സംഗമത്തിൻ്റെ നാടകമായിരുന്നു മഹാഭാരതം. മഹാഭാരതത്തിൽ അശ്വത്ഥമായി അഭിനയിച്ച വ്യക്തിയാണ് എൻ്റെ കൂടെ ഇരിക്കുന്ന ബാബു പറശ്ശേരി. അദ്ദേഹം ആ നാടകം MT വാസുദേവൻ നായർ തന്നെയാണ് തിക്കൂടിൻ്റെ രചനയിൽ സംവിധാനം ചെയ്തത്. തലശ്ശേരിയിലെ കലാപത്തിന് മുസ്ലിം ഹിന്ദു കലാപത്തിൻ്റെ ആസ്പദമാക്കിയുള്ള നാടകമായിരുന്നു അത് അദ്ദേഹത്തിൻ്റെ സന്ദേശം ആവർത്തിക്കപ്പെടുമെങ്കിൽ പിന്നീടുണ്ടാകുന്ന ഒരു ജാതീയ സ്പർദ്ധകളോ സഹിഷ്ണുതയോ ഇല്ലായ്മയിൽ നിന്ന് നമുക്ക് മാറ്റിയെടുക്കാൻ കഴിയുന്നത്. അത് ശ്രദ്ധിക്കാതെ പോയത് ആ നാടകത്തിൻ്റെ തീമിനെ ഉൾക്കൊള്ളാൻ സമൂഹം തയ്യാറായില്ല എന്നുള്ളത് തന്നെയാണ്. വളരെ എതിർപ്പോടു കൂടിയാണ് ആ നാടകങ്ങൾ ഞങ്ങൾ അവതരിപ്പിക്കേണ്ടി വന്നത്. തുടർന്ന് സംഹാരമുണ്ടായി, പിന്നെ സ്ഥിതിയുണ്ടായി, സംഹാരമുണ്ടായി, സാക്ഷാത്കാരമുണ്ടായി, സന്നാഹമുണ്ടായി എന്നീ 7 നാടകങ്ങൾ. നമ്മൾ ആദ്യഘട്ടങ്ങളിലൊക്കെ ഞങ്ങൾ നാടകത്തെ അതിൻ്റെ ഒരു പാരമ്യത്തിലെത്തി നിൽക്കുമ്പോൾ പിന്നെ എന്തെന്നറിയാതെ വഴിതെറ്റി നിന്നപ്പോൾ ഉണ്ടാകുന്ന ഒരു സമാശ്വാസം നിലയിലാണ് ഗോപുരലിൽ നമുക്ക് കിട്ടിയത്. പിന്നെ വാസ്തുപ്രദീപിൻ്റെ നാടകം പെൺകോടയുണ്ടായി, പിന്നെ ജമാൽ കൊച്ചങ്ങാട് ഇനിയും ഉണരാത്തവർ, ഇങ്ങനെ സർവ്വ മികച്ച നാടകൃത്തുക്കളെയും നാടകങ്ങൾ കോഴിക്കോട്ടിന് പരിചയപ്പെടുത്താൻ ഭാഗ്യമുണ്ടായി എന്ന സാധ്യതാർത്ഥത്തോടു കൂടിയാണ് ഞാൻ ഇരിക്കുന്നത്. അതിൻ്റെ ഇടയ്ക്ക് അമേച്ചർ നാടകത്തിൻ്റെ പാരമ്യത്തിലെത്തി നിൽക്കുകയായിരുന്നു. കോഴിക്കോട് കോർപ്പറേഷൻ അന്ന്
കാർഷിക വ്യവസായ മേള നടത്താറുണ്ടായിരുന്നു എല്ലാ വർഷവും. അതിൽ നാടക മത്സരങ്ങൾ നടത്തിയിരുന്നു. അതിൽ ഒത്തിരി നാടകക്കാരെ തിരിച്ചെടുക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്. നാടകൃത്തുക്കളെയും നടിമാരെയും നടികളെയും ഒക്കെ നമുക്ക് ഞങ്ങളോടൊപ്പം തന്നെ വർക്ക് ചെയ്ത ശാന്താദേവി ഉണ്ടായിരുന്നു, ജീവിച്ചിരിപ്പില്ല. നമ്മൾ വിജയലക്ഷ്മി ബാലൻ, പിന്നെ ഇപ്പോൾ സാവിത്രി സീതൻ കിടപ്പിലാണ്, വിലാസിനി, കുട്ടിയടത്തി വിലാസിനിയൊക്കെ, അന്ന് മെറ്റിൽഡ, സെല്ലീന, രത്നമ്മ മാധവൻ എന്നൊക്കെ ഒരുപടി സ്ത്രീജനങ്ങളെ നമുക്ക് നാടകത്തോടത്ത് അടുപ്പിക്കാൻ കഴിഞ്ഞു എന്ന കോഴിക്കോട്ടിൻ്റെ വലിയ മാനം. അതവരൊക്കെ തന്നെ കേരളത്തിലെ മികച്ച അഭിനേത്രികളായി മാറിക്കഴിഞ്ഞിരുന്നു അക്കാലം കൊണ്ട് തന്നെ. സംഗമത്തിൻ്റെ ആവിർഭാവം മലയാള നാടകവേദിയുടെ മുഖച്ഛായക്കൊരു വലിയ ഭാവം നൽകി എന്നുള്ളതിൽ വളരെ സന്തുഷ്ടയോടുകൂടി ഞാനിത് ഈ വേദിയെ അഭിസംബോധന ചെയ്യുന്നത്. എന്തുകൊണ്ട് ഇനിയും പ്രൊഫഷണൽ നാടകങ്ങൾ അവതരിപ്പിക്കുന്നില്ല എന്ന ചോദ്യത്തിന് വരുമെങ്കിൽ പോലും അത് വേദി നഷ്ടപ്പെടുന്ന നമ്മളെ രണ്ട് വലിയ പ്രളയങ്ങൾ, നിപ തുടങ്ങി കോവിഡ് ഒക്കെ വന്നു കഴിഞ്ഞപ്പോൾ മലയാള നാടകവേദിക്ക് വേദി നഷ്ടപ്പെട്ടു. പൊതുവേ എല്ലാ സ്ഥലത്തും വേദി നഷ്ടപ്പെട്ടപ്പോൾ കൂടെ നിൽക്കുന്നവരെ പുലർത്തിക്കൊണ്ടു പോകാനുള്ള പ്രയാസമാണ് പിന്നീട് നാടകങ്ങളെ അവതരിപ്പിക്കാൻ എന്നെ പിന്നോട്ട് നയിച്ചത് എന്ന് വളരെ വ്യസനസഭ്യത അറിയിക്കാം. ഇനിയൊരു ആഗ്രഹം ഉണ്ടെങ്കിൽ, നമ്മളിപ്പോൾ പഴയ കൂട്ടുകാരോടൊപ്പം ചേർന്നുകൊണ്ട് ചെയ്യാൻ ആഗ്രഹമുണ്ടെങ്കിലും മലയാള നാടകവേദിയുടെ ഔന്നത്യങ്ങളിൽ എന്നും ഒരു ഭാഗമാക്കാൻ കഴിഞ്ഞു എന്നുള്ളതിൻ്റെ ചാരിതാർത്ഥ്യം നിലനിൽക്കുന്നുണ്ട്. മലയാള നാടകവേദി ഇനി വളരേണ്ടതുണ്ട്. പുതിയ ശൈലികൾ, ജി ശങ്കരപ്പിള്ള ശേഷം സ്കൂൾ ഡ്രാമയുടെ ആവിർഭാവത്തോടുകൂടി പുതിയ ശൈലികൾ മലയാള നാടകവേദിയിലേക്ക് കടന്നു വന്നിട്ടുണ്ട്. അത് ഉൾക്കൊള്ളാൻ കോഴിക്കോട്ടെ നാടക പ്രതിഭകളാണ് കെ ആർ മോഹൻദാസ്, ജയപ്രകാശ് കാരിയാൽ തുടങ്ങിയ വലിയ സംവിധായകരാണ് അത് ഉൾക്കൊള്ളാൻ തയ്യാറായി വന്നത്. തെക്ക് ഭാഗങ്ങളിലേക്ക് അന്ന് അവനവൻ കടമ്പ പോലെയുള്ള വലിയ വലിയ നാടക സങ്കേതങ്ങളൊന്നും ഉണ്ടായിരുന്നെങ്കിൽ പോലും കോഴിക്കോടാണ് ഈ ഒരു ജി ശങ്കരപ്പിള്ളയുടെ ശില്പശാലയിൽ പങ്കെടുത്തുകൊണ്ട് നാടകത്തിൻ്റെ വായന നടത്തി പുതിയ ഔതണ ശൈലിയെക്കുറിച്ചും ഒക്കെ തന്നെ നാടൻ കലകളെയും മറ്റ് സങ്കേതങ്ങളെയും ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ഒരു ദിശാബോധമുണ്ടാക്കി തന്ന ഈ ശങ്കരപ്പിള്ളയുടെ പ്രവർത്തനത്തിൻ്റെ മലയാള നാടകവേദിക്ക് ഏറെ കടപ്പെട്ടിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങൾക്ക്. അങ്ങനെ പല പല സംവിധായകരും ഇപ്പോഴും അതിൻ്റെ പാരമ്യത്തിലെത്തി നിൽക്കുകയാണ്. എന്നാലും എനിക്കൊരു ചെറിയ പ്രയാസമുണ്ട്. കാരണം സ്കൂൾ ഓഫ് ഡ്രാമ BTA ഡിഗ്രി എടുത്തുകൊണ്ട് പുറത്തിറങ്ങുന്ന നമ്മുടെ കലാകാരന്മാർക്ക് എങ്ങനെ ജീവിക്കും മുന്നോട്ട് എന്ന് ചിന്തിക്കാൻ സർക്കാരുകളും തയ്യാറാവുന്നില്ല. ഒരു സ്കൂളുകളിൽ അല്ലെങ്കിൽ 1, 2, 3 സ്കൂളുകളിലായിട്ട് വിവിധ തരങ്ങളും പാഠ്യവിഷയങ്ങളിൽ മലയാളത്തിൽ നാടകത്തെ അഭിസംബന്ധിച്ച് സംസാരിക്കാൻ ഇവിടുന്ന് ജയിക്കുന്ന കുട്ടികൾക്ക് ഒരു അധ്യാപക തസ്തിക നിശ്ചയിച്ചു കഴിഞ്ഞാൽ ആയിരക്കണക്കിന് BTA നിന്ന് പാസ്സായി വരുന്ന വിദ്യാർത്ഥികൾക്കും അതിൻ്റെ ഡിഗ്രി എടുത്ത് വരുന്നവർക്കും ഒരു ജോലി നേടിക്കൊടുക്കാൻ കഴിയും. പാഠ്യവിഷയങ്ങൾ കൂടുതൽ നാടകീയമായി അവതരിപ്പിച്ചുകൊണ്ട് അവരുടെ മനസ്സെ സ്വാധീനിക്കാൻ കഴിയുമെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അത്തരം പ്രവണതകൾക്ക് വേണ്ടി ഞങ്ങൾ അപേക്ഷകൾ നൽകുമെങ്കിൽ പോലും കലാപരമായ മുന്നേറ്റത്തിൽ ശ്രമിക്കുന്ന നാടക പ്രവർത്തനങ്ങൾക്ക് മുന്നേറ്റം നൽകുന്ന ഒരു പ്രവർത്തനങ്ങളും സർക്കാർ പക്ഷത്ത് ഉണ്ടാവുന്നില്ല. അത് ഇനിയും എടുക്കേണ്ടതുണ്ട് എന്നുള്ള ശ്രമങ്ങളിലാണ് ഞങ്ങളൊക്കെ ഇപ്പോഴും നിലനിൽക്കുന്നത്. ഏറെ സന്തോഷത്തോടൊപ്പം സംസാരിക്കാനും എനിക്ക് ശേഷം ധാരാളം പേർ ഇതിനോട് സംസാരിച്ച് നിങ്ങളെ ബോധ്യപ്പെടുത്താനുള്ളതുകൊണ്ടും ശ്രീകുമാർ ഇവിടെ ഇരിക്കുന്നതുകൊണ്ടും ശ്രീകുമാറിൻ്റെ 2 അരങ്ങ് എന്ന പുസ്തകമാണ്. ആ പുസ്തകങ്ങൾ 2 എഡിഷനായിട്ട് ആദ്യം 200 ശിലാനും രണ്ടാമത് 300 കോഴിക്കോട്ടെ നടീനടന്മാരുടെ ജീവചരിത്രങ്ങളെ ആസ്പദമാക്കിയിട്ടുള്ളൊരു പുസ്തകം ഇറങ്ങിയിട്ടുണ്ട്. അത് മാത്രം വായിച്ചാൽ മതി മലയാള നാടകവേദി, കോഴിക്കോട്ടിൻ്റെ മലയാള നാടകവേദ ചരിത്രം പൂർണ്ണമായും നമുക്ക് ലഭിക്കാൻ. അത്രയും പ്രയാസപ്പെട്ട് അന്വേഷണകൃതിയോടുകൂടി ചെയ്ത ഒരു പുസ്തകത്തെ അരങ്ങ് എന്ന്, ആ ബുക്കിൻ്റെ ഒരു കോപ്പിയാണ് ഈ മുന്നിൽ ഇരിക്കുന്നത്. അരങ്ങ് എന്ന ബുക്കിൻ്റെ ആവിർഭാവം മലയാള നാടകവേദിക്ക് ഏത് മുതൽക്കൂട്ടാണ്. കോഴിക്കോട് പ്രത്യേകിച്ച് കോഴിക്കോട് നാടകവേദിൻ്റെ ചരിത്രം പൂർണ്ണമായും 90% കൃത്യമായ ആളുകളെ പങ്കെടുത്തുകൊണ്ട് അവരെ ചരിത്രപരമായ അവരുടെ നേട്ടങ്ങളെക്കുറിച്ചും അവരുടെ പ്രവർത്തന രീതിയെക്കുറിച്ചൊക്കെ വിശദമായി സംസാരിക്കുന്ന ഒരു ബുക്ക് നമുക്ക് ലഭിച്ചിട്ടുണ്ട്. ആ ബുക്കിൻ്റെ ബേസിൽ നമുക്ക് എത്ര മണിക്കൂറുകൾ വേണമെങ്കിലും മലയാള നാടകവേദി കോഴിക്കോട്ടിൻ്റെ നാടചരിത്രത്തെപ്പറ്റി സംസാരിക്കാൻ കഴിയും. ഏറെ സന്തോഷമുണ്ട് നിങ്ങളെയൊക്കെ കാണാനും. പുതിയ തലമുറ ഇത് കേൾക്കാനുണ്ട് എന്നുള്ളതാണ്. പൊതുവേ ഇത്തരം പരിപാടികളിൽ
ജോൺസേട്ടനെ പോലത്തെ ഒരു അബൂക്കനെ കുറിച്ചുള്ള ആളുകൾ, പ്രായം ചെന്ന ആളുകൾ മാത്രമേ പങ്കെടുക്കാറുള്ളൂ. എന്നാലും പുതിയ തലമുറയ്ക്ക് മലയാള നാടകവേദിയിലെ വളർച്ചയെക്കുറിച്ചുള്ള അറിവ് ലഭിക്കാൻ ഇത്തരം സംരംഭം ഒരുക്കുകയും അതിലും കോളേജ് വിദ്യാർത്ഥികളായി നിങ്ങൾക്ക് എത്തിച്ചേരുകയും ചെയ്യുന്നതിലുള്ള സംതൃപ്തിയും സ്നേഹവും അർപ്പിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നന്ദി, നമസ്കാരം. വളരെ കൃത്യമായി തന്നെ നമുക്ക് പഴയകാലത്തെ നാടകത്തിൻ്റെ ഒരു അനുഭവവും അതുപോലെ തന്നെ ഞാൻ ചോദിക്കണമെന്ന് കരുതിയൊരു കാര്യം തന്നെയായിരുന്നു പഴയകാലത്തെ നടിമാർ എങ്ങനെയായിരുന്നു. നമുക്കറിയാം നാടകത്തിൽ അഭിനയിച്ചതിൻ്റെ പേരിൽ ആക്രമിക്കപ്പെട്ട നിലമ്പൂർ ആയിഷയൊക്കെ ഇപ്പോഴും നമ്മുടെ മുന്നിൽ തന്നെയുണ്ട്. അപ്പോൾ അത്തരത്തിൽ നായികമാരൊക്കെ എത്രത്തോളം പ്രയാസങ്ങൾ നേരിട്ടിരുന്നു എന്നതിനെക്കുറിച്ചൊക്കെ ചെറിയൊരു വിവരണത്തിലൂടെ നമുക്ക് സമയത്തിൻ്റെ പരിമിതി കൊണ്ടാണ് കൃത്യമായി തന്നെ അത് പറഞ്ഞു തന്നിട്ടുണ്ട് മാഷ്. അപ്പം എനിക്ക് ചോദിക്കാനുള്ളത് ബാബു സാറിനോടാണ്. അപ്പം ഒരു നടനും രാഷ്ട്രീയ പ്രവർത്തകനുമായ ബാബു സാറിനോടാണ് ഞാൻ ചോദിക്കുന്നത്. അതായത് നമ്മുടെ ഇന്നത്തെ ഒരു ഇടതുപക്ഷ രാഷ്ട്രീയത്തെ വലിയ അളവിൽ സ്വാധീനിച്ച ഒന്നാണ് രാഷ്ട്രീയ നാടകങ്ങളും ഇവിടുത്തെ സാംസ്കാരിക പ്രവർത്തനങ്ങളൊക്കെ. അപ്പോൾ ഒരു രാഷ്ട്രീയ പ്രവർത്തകൻ, നടൻ എന്നെല്ലാം ഉള്ള നിലയിൽ കോഴിക്കോടിൻ്റെ നാടക സ്വാധീനം അല്ലെങ്കിൽ കോഴിക്കോടിൻ്റെ രാഷ്ട്രീയ നാടകങ്ങൾ എങ്ങനെയാണ് രാഷ്ട്രീയക്കാരനായ ശ്രീ ബാബു പറശ്ശേരി എന്ന നടനെ സ്വാധീനിച്ചിട്ടുള്ളത് എന്ന്? രാഷ്ട്രീയ പ്രവർത്തനവും കലാപ്രവർത്തനവും ഒരു നാണയത്തിൻ്റെ ഇരുപുറങ്ങളാണെന്ന് വിശ്വസിക്കുന്നൊരു വ്യക്തിയാണ് ഞാൻ. രാഷ്ട്രീയക്കാരനിലെ കലാകാരനും കലാകാരനിലെ രാഷ്ട്രീയക്കാരനും നമ്മുടെ സാമൂഹ്യ ജീവിതത്തിൽ മാറ്റങ്ങൾക്ക് വലിയ വഴി തെളിയിച്ച മഹാപ്രസ്ഥാനമാണ് മലയാള നാടകവേദി. അത് കണ്ടും അറിഞ്ഞും പരിചയപ്പെട്ടും അതിനോട് ആഭിമുഖ്യം വളർന്നു വരികയും രാഷ്ട്രീയ പ്രവർത്തനത്തിനൊപ്പം തന്നെ നിന്ന് നാടകത്തെ ചേർത്ത് പിടിച്ച് വലിയ തോതിൽ നാടകങ്ങൾ ഒട്ടേറെ അവതരിപ്പിക്കാൻ അവസരം ഉണ്ടാവുകയും ചെയ്തു എന്നതാണ് ഒരു സന്തോഷകരമായ കാര്യം. കോഴിക്കോട് മലബാർ കേന്ദ്ര കലാസമിതിയുടെ ഒരു തലസ്ഥാനമാണ്. വളരെ സജീവമായി മലബാർ കേന്ദ്ര കലാസമിതി ഇവിടെ ഉണ്ടായിരുന്നു. കോഴിക്കോടിൻ്റെ നഗരം മാത്രമല്ല, കോഴിക്കോടിൻ്റെ ഗ്രാമങ്ങൾ നാടകത്തിൻ്റെ വേദികളായിരുന്നു. പഴയകാലത്തെ കൊയ്ത്തു കഴിഞ്ഞ പാടത്ത് വാർഷികാഘോഷങ്ങളായി വായനശാലകളും കലാസമിതികളും അരങ്ങ് തകർക്കുന്ന ഒരു കാലമുണ്ടായിരുന്നു. ഓരോ ഗ്രാമത്തിലും നാടകം അഭിനയിക്കാനും സംവിധാനം ചെയ്യാനും നാടകത്തിൻ്റെ സംഘാടകരാവാനും പങ്കാളികളാവാത്ത ഒരു മനുഷ്യനും ഉണ്ടായിരുന്നില്ല. ഒരു ഇടതുപക്ഷ ആഭിമുഖ്യം സമൂഹത്തിന് സൃഷ്ടിച്ചു നൽകുന്നതിൽ ഈ നവോത്ഥാന പ്രസ്ഥാനത്തിൻ്റെ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിച്ചു പോകുന്നതിൽ മഹത്തരമായ സംഭാവനയാണ് മലയാള നാടകവേദി, പ്രത്യേകിച്ചും കോഴിക്കോട്ടെ നാടകരംഗം സൃഷ്ടിച്ചിട്ടുള്ളത്. ഇന്ന് നാട്ടിൻപുറങ്ങളിൽ കലാസമിതികൾ ഉണ്ട്, വായനശാലകൾ ഉണ്ട്. പഴയതുപോലുള്ള കലാവിരുന്നുകൾ ഉണ്ടാവുന്നില്ല. പുതിയ തലമുറയിൽ അതിനുള്ളൊരു ആഭിമുഖ്യം എന്തുകൊണ്ടോ വളർന്ന് വരാതിരിക്കുന്നൊരു സാഹചര്യമുണ്ട്. കാലം വരുത്തിയ മാറ്റം, നമ്മളെല്ലാം ജീവിക്കുന്ന സാമൂഹ്യ ചുറ്റുപാടിൽ ഇതിനപ്പുറത്തുള്ള ഒരു പുതിയ ലോകത്താണ് പുതിയ തലമുറയടക്കമുള്ളവർ നിൽക്കുന്നത്. അപ്പോൾ കേരളത്തിൽ നാടകം ഉഴുതുമറിച്ച് ജനങ്ങളെ വിജ്ഞാനികളാക്കി മാറ്റുന്നതിന് ശ്രമിച്ചിട്ടുണ്ട്. പഴയ തലമുറയിൽ ആരും അഭ്യസ്തവിദ്യരായിരുന്നില്ല. അവർക്ക് കഥകളോ നോവലുകളോ രചനകളോ വായിച്ച് അറിവ് നേടാൻ കഴിഞ്ഞിരുന്നില്ല. എന്നാൽ അതെല്ലാം ഒരു 2-2.5 മണിക്കൂറുള്ള ഒരു നാടകത്തിൽ ഒരരങ്ങിൽ അവതരിപ്പിക്കുമ്പോൾ എൻ്റെ ജീവിതം പച്ചയായി അവിടെ അവതരിപ്പിക്കുന്നത് കാണുമ്പോൾ അത് ഞാനാണ്, എൻ്റെ പ്രശ്നമാണ്, എൻ്റെ ജീവിതമാണ്, ഞാൻ അനുഭവിക്കുന്ന ദുരിതമാണ് എന്ന് തിരിച്ചറിയാനും ആ തിരിച്ചറിവിലൂടെ ജനതയെ സമരോത്സുകരാക്കി മാറ്റാനും നാടകവേദിക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഇവിടെ പറഞ്ഞു, പഴയ കാലത്ത് പുരാണ നാടകങ്ങൾ, ചരിത്ര നാടകങ്ങൾ,
അരങ്ങിൽ 10 വിരലിലും മോതിരം അണിഞ്ഞ് പളപള മിന്നുന്ന വേഷഭൂഷാദികളാൽ ഹാർമോണിയം വായിക്കുന്ന ആളുകൾ ഒക്കെ ഉണ്ടായിരുന്നൊരു കാലം. അവരുടെ ഒരു അരങ്ങ് വാണതിന് ശേഷം മനുഷ്യൻ്റെ പച്ചയായ ജീവിത യാഥാർത്ഥ്യം അരങ്ങിൽ തുറന്നു വെച്ചത് നമ്മുടെ പാട്ടബാക്കി എന്നൊരു നാടകമാണ്. നിങ്ങൾക്ക് ഓർക്കാനും ചിന്തിക്കാനും ഒക്കെ കഴിയാത്ത രീതിയിൽ നമ്മുടെ പൂർവികന്മാർ ഇവിടുത്തെ ജന്മിത്വത്തിൻ്റെ കരാളഹസ്തങ്ങൾക്ക് വിധേയമാകുന്ന ഒരു കാലം. ആ കാലത്ത് പാട്ടമളന്നു മുടിഞ്ഞു തകർന്ന പാപ്പരായ കർഷകൻ്റെ ജീവിതം വരച്ചു കാണിക്കാൻ ഒരു കർഷക പ്രസ്ഥാനത്തിന്, കർഷക സംഘത്തിൻ്റെ സമ്മേളനത്തിൽ പാട്ടബാക്കി എന്ന നാടകം ഉണ്ടാവാൻ തീരുമാനിച്ചു. ഡിസ്കഷൻ ഉണ്ടായി. കെ ദാമോദരൻ അത് എഴുതി. അപ്പം അന്നത്തെ ദുരിതമെന്ന് പറയുന്നത് പാട്ടമളക്കാത്തവനെ അവിടെ നിന്ന് ഒഴിപ്പിക്കുക എന്നുള്ളതാണ്. ഒഴിപ്പിക്കുന്നതിന് അവർ സ്വീകരിച്ച മാർഗം അവരുടെ ഗുണ്ടകൾ വന്ന് വീട്ടിലെ ചട്ടിയും കലവുമെല്ലാം മുടച്ച് വാർദ്ധക്യം ബാധിച്ചവരെ പിടിച്ച് എടുത്ത് മുറ്റത്തേക്ക് വലിച്ചെറിഞ്ഞ് ആ വീട് കൂരക്ക് തീ കൊളുത്തുക എന്നുള്ളതാണ്. അത് അന്നത്തെ നിത്യസംഭവമായിരുന്നു. ആ നിത്യസംഭവത്തെ ശരിയായി പച്ചയായി അവതരിപ്പിച്ചപ്പോൾ കർഷക മനസ്സുകൾ ഉണർത്താൻ കഴിഞ്ഞു. ഇങ്ങനെ തന്നെ ചെറുകാടിൻ്റെ നമ്മളൊന്ന് എന്ന നാടകം മതപരമായ വേർതിരിവുകളിൽ നിലനിന്നിരുന്നൊരു കാലഘട്ടത്തിൽ നമ്മളെല്ലാം ഒന്നാണ് എന്ന സന്ദേശം അന്നേ നൽകാൻ കഴിഞ്ഞു. EK അയമോവിൻ്റെ നല്ല മനസ്സനാവാൻ നോക്ക് എന്ന നാടകം, അതുപോലെ KT മുഹമ്മദിൻ്റെ ഇത് ഭൂമിയാണ് എന്ന നാടകം, അവരുടെ കറവറ്റ പശു എന്ന നാടകം, ദൂരം എന്ന നാടകം, അങ്ങനെ ഒരുപാട് നാടകങ്ങൾ, പഴയകാല നാടകങ്ങൾ കേരളീയ സുമനസ്സുകളെ ഇളക്കി മറിച്ചു. അതുപോലെ അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് എന്ന VT ഭട്ടതിരിപ്പാടിൻ്റെ നാടകം, ഇടശ്ശേരിയുടെ നാടകം, നാടകം കൊണ്ട് ഒരു നാടിനെ മാറ്റിയെടുക്കുന്നതിൽ, ഒരു സമൂഹത്തെ സംസ്കരിച്ചെടുക്കുന്നതിൽ, സാമൂഹ്യ പുരോഗതിയിൽ പങ്കാളികളാക്കുന്നതിന് കഴിഞ്ഞിരുന്നു എന്നത് ഒരു യാഥാർത്ഥ്യമാണ്. അതിൻ്റെ പിൻപറ്റിയാണ് എന്നെപ്പോലുള്ളവർ നാടകരംഗത്തേക്ക് എല്ലാം വന്നിട്ടുള്ളത്. സാധാരണ നാട്ടിൻപുറങ്ങളിലെ നാടകങ്ങളിൽ എല്ലാവരും, ഒരുവിധം ആളുകളെല്ലാം CL ജോസ് എന്ന് പറയുന്ന ആളുടെ നാടകത്തിലായിരിക്കും തുടക്കം കുറിച്ചിട്ടുണ്ടാവുക. അതുപോലെ ഞാനും അങ്ങനെയാണ്. അത് നമ്മുടെ നാട്ടിൻപുറങ്ങളിലെ കലാസമിതികളിലൂടെ വന്നാണ് കോഴിക്കോട് സംഗമം തിയേറ്റേഴ്സ്, ഇവിടെ ഇരിക്കുന്ന വിൽസേട്ടൻ്റെ ഒക്കെ നേതൃത്വത്തിലുള്ള സംഗമം തിയേറ്റേഴ്സിൽ MD വാസുദേവൻ നായരുടെ ഗോപുര നടയിൽ എന്ന നാടകത്തിലൂടെ കടന്നു വന്ന്, പിന്നെ നാടകത്തിൽ ഞാൻ തുടർന്നു വന്ന എല്ലാ നാടകങ്ങളിലും സാമൂഹ്യ മാറ്റത്തിന് ശംഖുലി മുഴക്കുന്ന കഥാപാത്രങ്ങളെയാണ് എനിക്ക് അവതരിപ്പിക്കാൻ അവസരം കിട്ടിയത് എന്നതാണ് വലിയ സന്തോഷം. ആ അവസരം ചെറിയ ഒരു സന്ദർഭമായിരുന്നില്ല. അതിലൂടെ അതിപ്രശസ്തമായ ലോക ക്ലാസിക്കുകളിലൊന്നായ നാടകം, അത് മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്ത് കാട്ടുകടന്നൽ എന്ന് അവതരിപ്പിച്ചപ്പോൾ അതിലെ ആർതർ, അതുപോലെ റിവാറസ് എന്നീ 2 കഥാപാത്രങ്ങളെ അവതരിപ്പിക്കാൻ കഴിയുന്ന സാഹചര്യമുണ്ടായി. സ്റ്റേറ്റ് അവാർഡ് ലഭിക്കുന്ന സാഹചര്യമുണ്ടായി. അപ്പം നാടകത്തിൽ സമൂഹത്തിന് ഗുണകരമായ സംഭാവന നൽകുന്ന കഥാപാത്രങ്ങളെ മാത്രമാണ് ഒരു നാടക പ്രവർത്തകൻ നിൽക്കുന്ന നല്ല നിലയിൽ എനിക്ക് സംഭാവന ചെയ്യാൻ കഴിഞ്ഞിട്ടുള്ളത്. അതിന് വേദിയായത് കോഴിക്കോട് സംഗമം തിയേറ്റേഴ്സാണ്. അപ്പം മനുഷ്യ നന്മയും മനുഷ്യ പുരോഗതിയും സാമൂഹ്യ മാറ്റവും, സാമൂഹ്യ മാറ്റത്തിനാവശ്യമായ സമൂഹത്തെ സജ്ജമാക്കുകയും ചെയ്യുന്ന വലിയ പ്രവർത്തനമാണ് മലയാള നാടകവേദി ചെയ്തിട്ടുള്ളത്. ഒരു ഇടതുപക്ഷ പരിസരം ഈ കേരളത്തിൽ സൃഷ്ടിച്ചെടുക്കുന്നതിന്, കോഴിക്കോട് സൃഷ്ടിച്ചെടുക്കുന്നതിന് നാടകം വഹിച്ച പങ്ക് ചെറുതൊന്നുമല്ല എന്നതാണ്. ഇന്ന് ആ പരിസരത്തെ തകർത്ത് വലതുപക്ഷ പരിസരം വളർന്നു വരുന്ന സാഹചര്യമുണ്ട്. വലതുപക്ഷ ആശയങ്ങളെ ജനങ്ങളിലെത്തിക്കാൻ നാടകത്തെ ഉപയോഗിക്കുന്ന രീതിയിലേക്ക് പുതിയ ചില പ്രവർത്തനങ്ങൾ നമ്മുടെ നാട്ടിലൊക്കെ ഇപ്പം നടന്നു വരികയാണ്. നാടിൻ്റെ മാറ്റം എന്ന് പറയുന്നത് നാളെ മുന്നോട്ട് പോകാനുള്ളതായിരിക്കണം, പിറകോട്ട് പോകാനുള്ളതാവരുത്. അതുകൊണ്ട് മുന്നോട്ട് പോകാൻ കഴിയുന്ന ഒരു നാടക രീതി നമുക്ക് രൂപപ്പെടുത്തിയെടുക്കാൻ കഴിയണം. ക്യാമ്പസുകളിൽ നല്ല നാടകങ്ങളുണ്ട്, സ്കൂൾ യൂത്ത് ഫെസ്റ്റിവലുകളിൽ നല്ല നാടകങ്ങളുണ്ട്. നാടകങ്ങൾ ധാരാളം പുതിയ അവതരണ സങ്കേതങ്ങൾ കണ്ടെത്തി നമ്മുടെ അരങ്ങത്ത് വരുന്നു എന്ന സന്തോഷമുണ്ട്. പക്ഷേ അത് സ്കൂൾ കലോത്സവങ്ങളാണെങ്കിൽ അവിടെ അവസാനിക്കുകയാണ്.
അതുപോലെ യൂണിവേഴ്സിറ്റി കലോത്സവങ്ങളാണെങ്കിൽ അവിടെ അവസാനിക്കുകയാണ്. ഓരോ നാടകവും അവതരിപ്പിക്കാനുള്ള സാമ്പത്തിക ചെലവ്, ബാധ്യത, അത് ഓർക്കുമ്പോൾ പലരും നാടകത്തിൽ നിന്ന് അകന്നകന്ന് പോവുകയാണ്. ഒരു നല്ല വെളിച്ചത്തിൽ നാടകം അവതരിപ്പിക്കുക എന്നതിന് പകരം കളർഫുള്ളായ ഒരു അലൗകിക ലോകം സൃഷ്ടിച്ച് നാടകം അവതരിപ്പിക്കാനുള്ള ശ്രമം ഒക്കെ നമ്മുടെ നാട്ടിൽ ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് ചെലവ് ഇങ്ങനെ വർദ്ധിച്ചു. പച്ചയായി മനുഷ്യൻ്റെ കാര്യങ്ങൾ പറയാവുന്ന രീതിയിലേക്ക് നാടകത്തെ നമുക്ക് കൊണ്ടെത്തിക്കാൻ കഴിയേണ്ടതുണ്ട്. അങ്ങനെ എത്തിച്ചാലേ ഈ സമൂഹത്തിലെ പല വിഷയങ്ങളിലും അജ്ഞരായ അല്ലെങ്കിൽ അറിഞ്ഞിട്ടും അറിയില്ലായ്മ നടിക്കുന്നവരെ നമുക്ക് തുറന്നു കാണിക്കാൻ കഴിയൂ. അതിന് സ്ട്രീറ്റിലേക്ക് ഇറങ്ങി വരണം. പണ്ടത്തെ പൊറാട്ട് നാടകങ്ങൾ പോലെ ഇപ്പം നിങ്ങൾക്കൊന്നും ഒരു അനുഭവം ഉണ്ടാവില്ല. പണ്ട് കാലത്ത് തിരുവാതിര നാളുകളിൽ എല്ലാ വീടുകളിലും പോയി നാടകം അവതരിപ്പിക്കുന്ന ഒരു കൾച്ചർ ഉണ്ടായിരുന്നു. വായനശാലകളോ കലാസമിതികളോ ഒക്കെ അവതരിപ്പിക്കും. അതൊരു സന്ദേശം നൽകുന്ന സമീപനം തന്നെയാണ്. ഇന്നത്തെ കാലത്തും അതിന് സാധ്യതയുണ്ട് എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. വലിയ തോതിൽ ചിൽഡ്രൻസ് തിയേറ്ററിനെ ശക്തിപ്പെടുത്തേണ്ടതുണ്ട്. പുതിയ തലമുറ, പുതിയ കാലത്തിൽ ആരെയും കുറ്റപ്പെടുത്താൻ നമുക്ക് കഴിയില്ലെങ്കിൽ പോലും ഈ ജനകീയ കല മെല്ലെ 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 പുറകോട്ട് പോകുന്ന ഒരു സാഹചര്യത്തിൽ നിന്നും മുന്നോട്ട് കൊണ്ടുവരാൻ ഒരു പുതിയ തലമുറയുടെ ഏറ്റെടുക്കൽ ആവശ്യമുണ്ട്. ആ പുതിയ തലമുറയ്ക്ക് വേണ്ടി കുട്ടികളുടെ നാടകവേദി എന്ന രീതിയിൽ വലിയ നാടക പ്രസ്ഥാനം സജീവമായി വന്ന് നമ്മുടെ സാമൂഹ്യ മാറ്റവും ജീവിത നിലവാരവും എല്ലാം മെച്ചപ്പെടുത്താൻ കഴിയുന്നതിലേക്ക് ചിന്ത ഉണർത്താൻ പറ്റുന്ന നാടകങ്ങൾ നമ്മുടെ നാട്ടിൽ ധാരാളമായി ഉണ്ടാവണം. അങ്ങനെ പ്രവർത്തിക്കുന്നതിലൂടെ മാത്രമേ നാടകത്തിൻ്റെ ദൗത്യം പൂർണ്ണമാകൂ. അല്ലാതെ നമ്മുടെ ഒരു മാനസിക സംതൃപ്തിക്ക് വേണ്ടി കുറച്ചരങ്ങിൽ ഒരുപാട് കാര്യങ്ങൾ കാട്ടിക്കൂട്ടുക എന്നതിനപ്പുറത്താണ്. പഴയ കാലത്ത് നാടകത്തിൽ സ്ത്രീകൾ കഥാപാത്രങ്ങളായി അഭിനയിക്കാൻ ആരും വന്നിരുന്നില്ല. അങ്ങനെ ആരെങ്കിലും വന്നാൽ അവരെ അപമാനിക്കുകയായിരുന്നു. ഇവിടെ പറഞ്ഞ നിലമ്പൂർ ആയിഷയെ പോലുള്ളവരെ ഒക്കെ കല്ലേറ് കൊണ്ടിട്ടുണ്ട് ഈ രംഗത്ത് പ്രവർത്തിക്കാൻ വന്നിട്ട്. അതുകൊണ്ട് പുരുഷന്മാർ സ്ത്രീവേഷം കിട്ടുന്നൊരു കാലമായിരുന്നു അന്ന്. പിന്നെ ഇതിലേക്ക് എല്ലാവരും യോജിച്ചു വരുന്ന സാഹചര്യമുണ്ടായി, വലിയ മാറ്റമുണ്ടായി. അതിലൂടെ കോഴിക്കോട് ജില്ലയിലെ ഒരു നല്ല നാടക സംസ്കാരം KT-യിലൂടെ, തിക്കോടിയനിലൂടെ, അതുപോലെ തന്നെ KA കൊടുങ്ങല്ലൂരിലൂടെ, ഇവിടെ പറഞ്ഞ അബ്ദുള്ള ഇവിടെയിലൂടെ, അങ്ങനെ AK പുതിയങ്ങാടിയിലൂടെ, MV ആനന്ദിലൂടെ, അങ്ങനെ വന്ന് ശാന്തകുമാറിലൂടെ, ഇപ്പോൾ നമ്മുടെ പല പുതിയ നാടക പ്രവർത്തകരിലൂടെയും നാടകവേദി സജീവം തന്നെയാണ്. പക്ഷേ അരങ്ങ് സജീവമാകുമ്പോൾ സദസ്സ് ചുരുങ്ങി വരുന്നു. സദസ്സ് എന്ന് പറയുന്നത് ജനങ്ങളാണ്, പ്രേക്ഷകരാണ്. പ്രേക്ഷകൻ്റെ മനസ്സ് ഇടുങ്ങി ഒതുങ്ങിപ്പോകുന്ന സാഹചര്യം മാറ്റി തീർക്കേണ്ടതുണ്ട്. സാംസ്കാരിക ഇടപെടലിൽ നാടകങ്ങളുടെ പങ്ക് ചെറുതല്ല, വലുതാണ്. അതിൽ വലിയ പങ്കാണ് കോഴിക്കോടൻ നാടകവേദി നടത്തിയിട്ടുള്ളത് എന്ന് വളരെ ഹ്രസ്വമായി നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുകയാണ്. ഒരു നടൻ എന്ന നിലയിലും രാഷ്ട്രീയ പ്രവർത്തകൻ എന്ന നിലയിലും കൃത്യമായി തന്നെ കോഴിക്കോടിൻ്റെ ഒരു നാടക ജീവിതം, കോഴിക്കോടിൻ്റെ മാത്രമല്ല കേരളത്തിൻ്റെ തന്നെ ഒരു നാടക ചരിത്രത്തെ ബാബു സാർ കൃത്യമായിട്ട് പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പം ഇനി എനിക്ക് ചോദിക്കാനുള്ളത് ശ്രീകുമാർ സാറിനോടാണ്. അപ്പം ഞാൻ നേരത്തെ തുടക്കത്തിൽ തന്നെ പറഞ്ഞു, എൻ്റെ ഗവേഷണ കാര്യത്തിലൊക്കെ മാഷിൻ്റെ രചനകൾ എന്നെ നല്ല രീതിയിൽ തന്നെ സഹായിച്ചിട്ടുണ്ട്. അപ്പം സാമ്പ്രദായികമായൊരു ഗവേഷണ രീതിയിൽ നിന്ന് മാറി മാഷ് നടത്തിയിട്ടുള്ള ഈ നായിക, ഇവിടെ നാടകത്തിൽ അഭിനയിച്ചിട്ടുള്ള നായകന്മാരുടെ ജീവിതത്തെക്കുറിച്ച് നടത്തിയിട്ടുള്ള അന്വേഷണം, അതുപോലെ മലയാള സംഗീത നാടകത്തിൻ്റെ ചരിത്രം, ഇപ്പം മാഷ് ഇവിടെ ഒരു പുസ്തകം പരിചയപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു, അരങ്ങ്. അതിനകത്തും കോഴിക്കോടിൻ്റെ ഒരുപാട് നാടക പ്രവർത്തകരെക്കുറിച്ചുള്ള ജീവിതമാണ് അതിനകത്തുള്ളത്. അപ്പം ഈ ഒരു ഗവേഷണ സമയത്ത് അല്ലെങ്കിൽ ഈ ഒരു ദത്തശേഖരണ സമയത്ത് ആ ഒരു അനുഭവങ്ങൾ എങ്ങനെയാണ്, ആ ഒരു കാലയളവിൽ, ആ ദത്തശേഖരണ കാലയളവിൽ മാഷിന് ശ്രദ്ധേയമായി തോന്നിയിട്ടുള്ള കുറേ കാര്യങ്ങൾ ഉണ്ടാവുമല്ലോ, കുറേ അനുഭവങ്ങൾ ഉണ്ടാവുമല്ലോ. അപ്പം അതെങ്ങനെയാണ് നമ്മളോട് പങ്കുവയ്ക്കാൻ പറ്റുക? ഏതായാലും ആർട്സ് കോളേജിൻ്റെ ഈ ലിറ്ററേച്ചർ ഫെസ്റ്റിവലിൽ തുടക്കം തന്നെ നാടകത്തിന് ഒരിടം തന്നതിന് നന്ദി പറയുന്നു. എപ്പോഴും നാടകത്തിന് വേണ്ടി, നാടകക്കാർക്ക് വേണ്ടി വക്കാലത്തെടുക്കുന്ന ഒരാളെന്നുള്ള നിലയിലാണ് ഞാനിത് പറയുന്നത്. ഇവിടെ ഇപ്പോൾ എൻ്റെ കൂടെ ഇരിക്കുന്ന രണ്ടുപേരും, വിൽസൺ സാമുവലും ബാബു പറശ്ശേരിയും, കോഴിക്കോടിൻ്റെ നാടക വളർച്ചയ്ക്കൊപ്പം നടന്നവരാണ്.
KT മുഹമ്മദിനെ പോലെ, തിക്കോടിയനെ പോലെ, MT വാസുദേവൻ നായരെ പോലെ കോഴിക്കോട്ടെ എല്ലാ പ്രശസ്തരായിട്ടുള്ള നാടകപ്രവർത്തകരുടെയും ഒപ്പം സഞ്ചരിച്ച് സംഗമം തിയേറ്റേഴ്സ് എന്ന് പറയുന്ന വലിയൊരു മലയാള നാടക ചരിത്രത്തിൽ അങ്ങേയറ്റത്തെ പ്രസക്തിയുള്ള ഒരു നാടക പ്രസ്ഥാനം അതിനെ കൊണ്ടു നടന്ന, വളരെ കാലം കൊണ്ടു നടന്ന, പിന്നീട് ഒരു ഘട്ടത്തിൽ നാടകത്തിന് എവിടെയൊക്കെയോ അപജയം സംഭവിക്കുന്നു എന്ന അവസ്ഥയിൽ ആ നാടകത്തിൻ്റെ രംഗത്ത് നിന്ന് പിന്മാറിയിട്ടും മനസ്സിൽ നാടകത്തെ ആവാഹിക്കുന്ന ആളാണ് വിൽസേട്ടൻ. KTയുടെ സകാര നാടകങ്ങളൊക്കെ അതിൻ്റെ ഒരു പങ്കാളി കൂടിയായിരുന്നു വിൽസേട്ടൻ എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. പക്ഷേ വളരെ ലളിതമായിട്ട് എപ്പോഴും നമ്മളോട് ഞാൻ ഒരരികിലൂടെ നാടകവുമായി പോകുന്നു എന്ന് മാത്രം പറയുന്ന ആളാണ്. ബാബു പറശ്ശേരി ആകട്ടെ നേരത്തെ പറഞ്ഞതുപോലെ MTയുടെ നാടകങ്ങളിൽ കാട്ടുകടന്നലിലൂടെയൊക്കെ മലയാള നാടകത്തിലെ നടൻ എന്നുള്ള നിലയിൽ ഒരുപാട് പ്രസക്തിയുള്ള ആളാണ്. ഞാനാകട്ടെ നാടകവുമായി യാതൊരു ബന്ധവുമില്ലാത്ത ആളാണ്. ഒരു നാടകം എഴുതുകയോ നാടകത്തിൽ അഭിനയിക്കുകയോ നാടകത്തിൻ്റെ ഏതെങ്കിലും അണിയറ പ്രവർത്തനങ്ങളിൽ പങ്കെടുക്കുകയോ ചെയ്തിട്ടില്ലാത്ത ആളാണ്. പക്ഷേ എൻ്റെ ചെറുപ്പകാലത്ത്, ഞാൻ എറണാകുളം ജില്ലയിൽ ചോറ്റാനിക്കരക്കാരനാണ്, എൻ്റെ ചെറുപ്പകാലത്ത് അമ്പലപ്പറമ്പിലെയും പള്ളിപ്പറമ്പിലെയും ഫൈൻ ആർട്സ് സൊസൈറ്റികളിലെയും പ്രൊഫഷണൽ നാടകങ്ങളൊക്കെ കണ്ണടച്ച് ഒരുപാട് ഒന്നുപോലും വിടാതെ പോയി കണ്ട് ആ നാടകക്കാരോട് വലിയ ആവേശം തോന്നിയ ആളാണ്. NN പിള്ളയും KT മുഹമ്മദും SL പുരം സദാനന്ദനും വില്യം ഡി ക്രൂസും ചങ്ങനാശ്ശേരി നടരാജനും ഒക്കെ നാടകത്തിൽ അഭിനയിച്ച് നാടക വേഷത്തിലൊക്കെ വരുമ്പോൾ ഒരുപാട് ആരാധനയോടെ കാണുകയും വലുതാകുമ്പോൾ അവരെ പോലെ ഒരു നാടക നടനാവണമെന്നൊക്കെ ആഗ്രഹിക്കുകയും ചെയ്തിട്ടുള്ള ഒരാളാണ്. മനസ്സിലുള്ളൊരു ആഗ്രഹമാണ്. അന്ന് അവർക്ക് കിട്ടിയിട്ടുള്ളൊരു സ്വീകരണം ഭയങ്കരമാണ്. NN പിള്ളയൊക്കെ വന്ന് വിശ്വ കേരള കലാസമിതിയുടെ വണ്ടിയൊക്കെ വന്ന് നിന്നിട്ട് NN പിള്ളയൊക്കെ അതിൽ നിന്ന് ഇറങ്ങുമ്പോൾ ആളുകൾ ചുറ്റും കൂട്ടിയിട്ട്, ഇന്നൊരു പക്ഷേ മമ്മൂട്ടിയോ മോഹൻലാലോ വന്നാൽ കൂടുന്ന അത്രയും ആളുകൾ ഈ നാടക നടന്മാർക്ക് ചുറ്റും കൂടുന്ന, അവരെ അത്രയേറെ ആദരിക്കുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. ജനപ്രിയ നാടകങ്ങളായിരുന്നു അന്ന് ഏറ്റവും കൂടുതൽ ഞാൻ കണ്ടിട്ടുള്ളത്. അങ്ങനെ പിന്നീട് ഞാൻ പഠിച്ച് മലയാളമൊക്കെ എടുത്ത് പഠിച്ച് മലയാളത്തിൻ്റെ MAയും BAയൊക്കെ എടുക്കുന്ന സമയത്ത് നാടക ചരിത്രമൊക്കെ പഠിക്കാൻ കിട്ടാറുണ്ട്. ഞാൻ വായിച്ച ഒരു നാടക ചരിത്രത്തിലും ഞാൻ റെഫർ ചെയ്തിട്ടുള്ള ഒരു നാടക ചരിത്രത്തിലും ഞാൻ ഈ കണ്ട ജനപ്രിയ നാടകത്തിൻ്റെ വക്താക്കൾ ആരും തന്നെ ഇല്ല. അവരുടെ ആരും പേരുമില്ല. ഏതൊക്കെയോ ചില അക്കാഡമിക് നാടകങ്ങളെ മാത്രം അണിനിരത്തിക്കൊണ്ട് ഇതാണ് മലയാളത്തിൻ്റെ നാടക ചരിത്രം എന്ന് പറയുന്ന നാടക ചരിത്രങ്ങളാണ് ധാരാളമുള്ളത്. അപ്പോൾ എനിക്ക് തോന്നി എൻ്റെ ചെറുപ്പത്തിൽ എന്നെയും എൻ്റെ തലമുറയെയും ഒരുപാട് ആനന്ദത്തിൽ ആറാടിച്ച, ഒരുപാട് സ്വാധീനിച്ച, പതിറ്റാണ്ടുകൾ നാടകത്തിന് വേണ്ടി ആയുസ് സമർപ്പിച്ച ഈ നാടക പ്രവർത്തകർ എവിടെ പോയി എന്നുള്ളൊരു അന്വേഷണത്തിൽ നിന്നാണ്, നാടകക്കാരോടുള്ള വലിയ ആരാധനയിൽ നിന്നാണ് ഞാൻ ഈ നാടകക്കാരുടെ ചരിത്രം രേഖപ്പെടുത്താനുള്ളൊരു ശ്രമത്തിലേക്ക് വന്നത്. അങ്ങനെ ഞാൻ മാതൃഭൂമിയിൽ ജോലിയായിട്ട് കോഴിക്കോട് വരുന്നു. കോഴിക്കോട് വരുമ്പോൾ ഞാൻ ആദ്യം പോയി കണ്ടത് തിക്കോടിയ മാഷയാണ്. തിക്കോടിയ മാഷ് നാടകങ്ങൾ വായിച്ചുള്ള അനുഭവമുണ്ട്. അരങ്ങ് കാണാത്ത നടൻ എന്ന് പറയുന്ന ആത്മകഥ വായിച്ചിട്ടുള്ളൊരു അനുഭവമുണ്ട്. അദ്ദേഹത്തെ പോയി കാണുന്നു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ശ്രീകുമാറെ നിനക്കറിയോ, ഈ നമ്മുടെ ടൗൺ ഹാളിൽ 365 ദിവസവും നാടകം കളിച്ച കാലം ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു. എനിക്ക് അത്ഭുതം തരുന്നൊരു കാര്യമാണതിന്. ഒരു വർഷം മുഴുവൻ നാടകം കളിക്കുകയാണ്. നാടകം കാണാൻ നിറച്ച് സദസ്യരുണ്ടാകുന്നു. അതിൽ പ്രൊഫഷണൽ നാടകങ്ങളുണ്ട്, അമച്വർ നാടകങ്ങളുണ്ട്, പരീക്ഷണ നാടകങ്ങളുണ്ട്. അങ്ങനെയൊന്നും വ്യത്യാസമില്ലാതെ എല്ലാ ദിവസവും നാടകം കളിക്കുന്നു. ആ നാടകം കാണാൻ ആളുകൾ തിരക്കിട്ട് വന്നുകൊണ്ടിരിക്കുന്നു എന്ന് പറയുന്നത് എനിക്ക് വലിയ സന്തോഷമുള്ളൊരു കാര്യമായിരുന്നു. അതും ഞാൻ ആലോചിച്ചു, ആ നാടകക്കാരിൽ എത്ര പേരെ നമുക്കറിയാം. നാടകത്തിൽ നിന്ന് കോഴിക്കോട് സിനിമയ്ക്ക് ഒരുപാട് സംഭാവനകൾ നൽകിയിട്ടുണ്ട്. നമ്മുടെ കുതിരവട്ടം പപ്പുവിനെ പോലെ, ബാലങ്കേ നായരെ പോലെ, അതുപോലെ തന്നെ കുഞ്ഞാണ്ടിയെ പോലെ, നെല്ലിക്കോട് ഭാസ്കരനെ പോലെ, ശാന്താദേവിയെ പോലെ, കുട്ടിയടത്തി വിലാസിനിയെ പോലെ ഒരുപാട് പേര്, അങ്ങനെയുള്ള കുറേ പേരുകൾ നമുക്കറിയാമെന്നല്ലാതെ കോഴിക്കോട്ടിൽ 30, 40, 50 വർഷം നാടകം കളിച്ച് ഒന്നുമില്ലാതെ പോയ, എവിടെയും രേഖപ്പെടുത്താതെ പോയ ഒരുപാട് കലാകാരന്മാരുണ്ട് എന്നറിഞ്ഞ് അന്ന് ഞാൻ മാതൃഭൂമിയുടെ നഗരം എന്ന് പറയുന്നൊരു പേജിൽ ഇവരുടെ ജീവചരിത്രം ഒരു ആഴ്ചയിൽ 1 എന്നുള്ള രീതിയിൽ തുടങ്ങിയതാണ്. ഒരു 30 പേരുടെ ജീവചരിത്രം എഴുതുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടി തുടങ്ങിയ ആ ഒരു പങ്ക്തി നീണ്ടുപോയത് 5 കൊല്ലമാണ്. 5 കൊല്ലം കൊണ്ട് കോഴിക്കോട്ടെ 301 നാടക പ്രതിഭകളുടെ ജീവചരിത്രം. ഇതിൽ പലരും നിങ്ങൾ പേര് കേട്ടിട്ടുണ്ടാവില്ല. ഒരുപക്ഷെ ഈ പുസ്തകം വന്നതിന് ശേഷം അറിഞ്ഞിട്ടുണ്ടാവാം. തൊട്ടടുത്ത അയൽക്കാർ പോലും ഇവർ നാടകക്കാരായിരുന്നു എന്നറിയാത്തവരായിരുന്നു. അപ്പം അങ്ങനെ ഓരോ ദിവസവും അവരെ അന്വേഷിച്ചു പോവുകയും അവരുടെ നാടക അനുഭവങ്ങൾ കേൾക്കുകയും നാടകവുമായി ബന്ധപ്പെട്ട രേഖകളൊക്കെ ശേഖരിക്കുകയും ചെയ്ത് അത് സമാഹരിച്ച പുസ്തകമാണ് അരങ്ങ് 301 നാടക പ്രതിഭകളുടെ ജീവിതരേഖകൾ എന്ന് പറയുന്ന ഈ പുസ്തകം. ഇതിൽ കോഴിക്കോടിൻ്റെ നാടക ആത്മാവുണ്ട് എന്ന് ഞാൻ വിചാരിക്കുകയാണ്. ഇത് ജീവിച്ചിരുന്നവരെ മാത്രമാണ് ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അതുകൊണ്ട് അതിനു മുമ്പ് മൺമറഞ്ഞു പോയവരുടെ ചരിത്രം ഇതിലില്ല. ആ ആളുകളിൽ പലരും ഇന്ന് നമ്മളിൽ നിന്ന് അപ്രത്യക്ഷമായി പോയി കഴിഞ്ഞിരിക്കുന്നു. ഇപ്പോഴും എനിക്ക് വലിയൊരു സന്തോഷത്തിന് വകയുണ്ട്. ഇനി ഇവർ നാടകത്തിലൊന്നും ചെയ്തിട്ടില്ല എന്ന് ആർക്കും പറയാൻ സാധിക്കില്ല. ഇവരെന്താണ് കോഴിക്കോടൻ നാടകവേദിക്ക് വേണ്ടി, മലയാള നാടകവേദിക്ക് വേണ്ടി ചെയ്തത്? നാടകത്തിനൊരു പ്രത്യേകതയുണ്ട്. ആ നാടകത്തിലേക്ക് അങ്ങ് ഇറങ്ങി പുറപ്പെട്ട് കഴിഞ്ഞാൽ
പിന്നെ എന്തൊക്കെ നഷ്ടപ്പെട്ടാലും എന്തൊക്കെ നഷ്ടം വന്നാലും തിരിച്ചു കയറുക എന്ന് പറയുന്ന ഒന്നില്ല, അവിടെ ഇല്ലാതാവുക എന്നുള്ളതാണ്. അങ്ങനെ എനിക്ക് അത്ഭുതം തോന്നിയിട്ട് ഞാൻ ഒരുപാട് നാടക നടന്മാരുടെ കേരളത്തിലെ പ്രശസ്തരായിട്ടുള്ള എസ് എൽ പുരം സദാനന്ദൻ്റെ മുതലുള്ള കെ ടി മുഹമ്മദ് അടക്കമുള്ള ഒരുപാട് നാടകക്കാരുടെ പുറകെയൊക്കെ പോയിട്ട് അവരുടെ ജീവചരിത്രങ്ങൾ അന്വേഷിച്ചപ്പോൾ ഒരുവിധം നാടകക്കാരൊക്കെ പറയുന്ന ഒരാഗ്രഹം, എൻ്റെ ആഗ്രഹം അരങ്ങിൽ അഭിനയിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ കുഴഞ്ഞു വീണു മരിക്കണമെന്നാണ് എന്ന് പറയുന്നത് വേറൊരു കലാകാരനും ഇത് പറഞ്ഞു കേട്ടിട്ടില്ല. കാരണം നാടകം എന്ന് പറയുന്നത് എല്ലാ കലകളുടെയും ആത്യന്തികമായ ഒന്നാണ്, ആത്മാർപ്പണത്തിൻ്റെ കലയാണ് എന്ന് ഞാൻ വിചാരിക്കുന്ന ഒന്നാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും കോഴിക്കോടിൻ്റെ നാടക ചരിത്രം, പ്രൊഫഷണൽ നാടകവും അമച്വർ നാടകവും പരീക്ഷണ നാടകങ്ങളും ഒക്കെ ഒന്നിനൊന്ന് എന്ന് ഭേദമില്ലാതെ ഒരേ നടന്മാർ തന്നെ, ഒരേ രചയിതാക്കൾ തന്നെ, ഒരേ സംവിധായകർ തന്നെ ഈ പ്രൊഫഷണൽ നാടകത്തിലും അമച്വർ നാടകത്തിലും അതുപോലെ പരീക്ഷണ നാടകങ്ങളിലും ഒരേ സമയം സഹകരിക്കുകയും ആരോഗ്യകരമായൊരു കൊള്ളക്കൊടുക്കലുകളിലൂടെ തമ്മിൽ സംഘർഷമില്ലാതെ കോഴിക്കോടിൻ്റെ നാടകധാരയെ മുന്നോട്ട് കൊണ്ടുപോവുകയും ചെയ്തവരാണ്. ഇപ്പോൾ പ്രൊഫഷണൽ നാടകത്തിലായാൽ തന്നെയും സ്റ്റേജ് ഇന്ത്യ പോലെ, സംഗമം പോലെ, ബ്രദേഴ്സ് മ്യൂസിക് ക്ലബ്ബ് പോലെ, അതുപോലെ തന്നെ എക്സ്പെരിമെൻ്റൽ തിയേറ്റേഴ്സ് പോലെ, ബാബു പറശ്ശേരി കൂടി അതിൻ്റെ സംഘാടകത്തിലുണ്ടായിരുന്ന മലബാർ തിയേറ്റേഴ്സ് പോലെ, സ്റ്റേജ് ഇന്ത്യ പോലെയൊക്കെയുള്ള ഒരുപാട്, കൃഷ്ണരാജുവിൻ്റെ രാജാ തിയേറ്റേഴ്സ് മുതൽ തുടങ്ങുന്ന ഒരു വലിയ പ്രൊഫഷണൽ നാടക ചരിത്രം നമുക്കുണ്ട്. കോഴിക്കോട്ടെ നാടകക്കാർ പലരും കോഴിക്കോടുള്ളവരല്ല, അവരെ കോഴിക്കോട് സ്വീകരിക്കുകയാണ്. ഞാൻ എറണാകുളത്ത് നിന്ന് ഇവിടെ വന്നതുപോലെ, MT വാസുദേവൻ നായർ കൂടല്ലൂരിൽ നിന്ന് കോഴിക്കോട്ട് വന്നതുപോലെ, മഞ്ചേരിയിൽ നിന്ന് KT മുഹമ്മദ് ഇവിടെ വന്നതുപോലെ, പൊന്നാനിയിൽ നിന്ന് ഉറൂബ് ഇവിടെ വന്നതുപോലെ, ഇവരൊക്കെ നാടകം എഴുതുകയും ചെയ്തു. ഉറൂബ് നാടകം എഴുതി, അക്കീത്തൻ നാടകം എഴുതി, MT നാടകം എഴുതി. MT പറഞ്ഞ് ഞാൻ ഒരിക്കലും നാടകം എഴുതില്ല എന്ന് പറഞ്ഞ് MT ഗോപുര നടയിൽ എഴുതി സംവിധാനം ചെയ്യുന്നു. മഹാഭാരതം, തിക്കോടിയൻ്റെ മഹാഭാരതം സംവിധാനം ചെയ്യുന്നു. മാതൃഭൂമിയുടെ വാർഷിക നാടകങ്ങൾ മുഴുവൻ കണ്ടെടുത്ത് സംവിധാനം ചെയ്യുന്നു. അങ്ങനെ തിക്കോടിയനെ കൊണ്ട്, MT കൊണ്ട്, KT കൊണ്ട് ഒക്കെ തന്നെ നാടകമെഴിച്ചൊരു നഗരം കൂടിയാണ് കോഴിക്കോട് എന്നുള്ളത് വളരെ പ്രധാനമാണ്. ഈ ഒരു പുസ്തകം പ്രധാനമായിട്ട് ഞാൻ ലക്ഷ്യം വെച്ചത് എന്താണ് കോഴിക്കോടിൻ്റെ ഒരു നാടക ആത്മാവ് എന്ന് പറയാൻ വേണ്ടി കൂടിയാണ്. അതിനൊരു ആമുഖമായിട്ട് ഞാനൊരു വരി ചേർത്തത്, അരങ്ങിൽ രസിപ്പിച്ചും അണിയറയിൽ ഉരുകിത്തീർന്നും നാടകം കളിച്ചും ജീവിതം നടിച്ചും ആരുമറിയാതെയും എങ്ങുമെത്താതെയും പോയ എണ്ണമറ്റ കലാകാരന്മാർക്ക് അവരുടെ തീരാ ദുരിതങ്ങൾക്ക് പൂർണ്ണമായ ആത്മാർപ്പണത്തിന് കാണിക്കയായി ഈ അരങ്ങേറ്റം എന്നാണ്. നാടകത്തിൽ ഒന്നും ഉണ്ടാക്കാൻ പറ്റിയിട്ടില്ല. ഒരു സിനിമയിലൊക്കെ പോയവർ രാജൻ പി ദേവിനെ പോലെ അല്ലെങ്കിൽ തിലകനെ പോലെയുള്ളവരൊക്കെ നല്ല നാടക നടന്മാരായിരുന്നു. അവരൊക്കെ സിനിമയിൽ പോയതുകൊണ്ട് കുറച്ച് സാമ്പത്തിക ലാഭം ഉണ്ടാക്കിയെന്നല്ലാതെ നാടകം കൊണ്ട് ലാഭമുണ്ടാക്കിയ, നാടകത്തിൽ എനിക്ക് തോന്നുന്നു പതിറ്റാണ്ടുകൾ നാടക സമിതിയുമായി മുന്നോട്ട് പോയ വിൽസേട്ടനറിയാം എന്താണ് നാടകത്തിൽ നിന്നുണ്ടാകാൻ പോകുന്ന ഒരു ലാഭം എന്നുള്ളത്. മറ്റൊന്ന്, നാടകം ഏത് കാലത്തും മനുഷ്യപക്ഷത്ത് ഉറച്ചു നിന്ന ഒരു കലാരൂപമായിരുന്നു. കോഴിക്കോടിൻ്റെ നാടകവേദി എന്ന് പറയുന്നത് അനീതിക്കെതിരെ, നാടകം കൊണ്ടേ അനീതിക്കെതിരെ ശക്തമായിട്ട് വരാൻ സാധിക്കൂ. നിങ്ങളെന്നെ കമ്മ്യൂണിസ്റ്റാക്കി എന്ന് പറയുന്ന നാടകത്തിലൂടെ ഒരു സംസ്ഥാനത്തിൻ്റെ ഭരണത്തിൽ മാറ്റം വരുത്തുകയും ഏറ്റവും താഴെത്തട്ടിലുള്ളവരെ ഉയർത്തിക്കൊണ്ടുവന്ന് ഭരണത്തിൻ്റെ തലത്തിലേക്ക് എത്തിക്കുകയും ചെയ്ത ഒരു നാടാണ് കേരളം. അത് നാടകത്തിൻ്റെ ഒരു ശക്തിയാണ് എന്ന് എത്രമാത്രം നമ്മൾ നിഷേധിച്ചാലും ആ കൊടിയിങ്ങത ഞാനൊന്ന് പൊക്കി പിടിക്കട്ടെ എന്ന് പറയുന്ന അത് വളരെ കാലത്തിന് ശേഷം, ആ ആശയങ്ങൾക്കൊക്കെ മാറ്റം വന്നതിന് ശേഷം, പുതിയ പുതിയ ആശയതലങ്ങൾ വന്നതിന് ശേഷം, ഒരുപക്ഷെ കമ്മ്യൂണിസ്റ്റ് ആദർശങ്ങളിൽ പോലും മാറ്റങ്ങൾ വന്നതിന് ശേഷം ഇന്നും ആ നാടകം കാണുമ്പോൾ, അവസാന രംഗത്തിൽ ആ കൊടി ഉയർത്തിപ്പിടിക്കുന്ന ആ പരമപിള്ളയുടെ ആ രംഗം വരുമ്പോൾ നമുക്കൊരു രോമാഞ്ചം ഉണ്ടാവുക എന്നത് ഞാനൊരു കമ്മ്യൂണിസ്റ്റ് പാർട്ടി അനുഭാവിയായതുകൊണ്ടൊന്നുമല്ല, നാടകത്തിൻ്റെ കരുത്തുകൊണ്ടാണ്, കാലാതീതമായ കരുത്തുകൊണ്ടാണ് എന്ന് പറയേണ്ടി വരും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അങ്ങനെ ഏത് കാലത്തും അനീതിക്കെതിരെ, ഫാസിസ്റ്റ് പ്രവണതകൾക്കെതിരെ, അധികാരവൃന്ദത്തിനെതിരെ സാധാരണ മനുഷ്യരുടെ ഒരു പ്രതികരണത്തെ നാടകത്തിലൂടെ അവതരിപ്പിക്കുക, അരങ്ങിലൂടെ അവതരിപ്പിക്കുക എന്ന് പറയുന്ന വലിയ ദൗത്യമാണ് കോഴിക്കോടൻ നാടകവേദി ചെയ്തിട്ടുള്ളത്. കോഴിക്കോടൻ നാടകവേദി ഒരിക്കലും കോഴിക്കോട് മാത്രം, നഗരത്തിൽ മാത്രം ഒതുങ്ങുന്നതല്ല. കോഴിക്കോട് ഒരു നാടക നഗരമാണെങ്കിൽ പേരാമ്പ്രയും കൊയിലാണ്ടിയും കുറ്റ്യാടിയും അതുപോലെ തന്നെ ഫറൂഖും രാമനാട്ടുകരയും വടകരയും ഒക്കെ തന്നെ നാടക ഗ്രാമങ്ങളാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഇതെല്ലാം കൂടി ചേർന്ന ഒരു വലിയ നാടകത്തിൻ്റെ ആരോഗ്യകരമായ ഈ സംസ്കാരം ഇത്രയൊന്നും കേരളത്തിലെ മറ്റൊരു ജില്ലയ്ക്ക് അവകാശപ്പെടാൻ സാധിക്കില്ല എന്ന് ഞാൻ വിചാരിക്കുകയാണ്. പലപ്പോഴും KT ഒക്കെ തന്നെ മലബാറിൻ്റെ ഒരു അതിർത്തി കടന്ന് തെക്കോട്ടൊക്കെ പോയി കാളിദാസ് കലാകേന്ദ്രത്തിന് വേണ്ടിയിട്ടൊക്കെ നാടകങ്ങൾ എഴുതിയിട്ടുണ്ട്. അങ്ങനെ ഒരു വലിയ ആശയ സമന്വയം, പഴയ കാലത്ത് നാടകത്തിലെ കലാകാരന്മാർ, അണിയർ പ്രവർത്തകരൊക്കെ തമ്മിലുണ്ടായിരുന്ന വലിയൊരു ഐക്യവും സാഹോദര്യവും ഒക്കെ നമ്മളെ അത്ഭുതപ്പെടുത്തുന്ന ഒന്നാണ്. ഈ പറഞ്ഞ പോലെ എല്ലാവരും നഷ്ടത്തിൻ്റെ കണക്കുകളാണ് പറയുക. നഷ്ടമൊക്കെ ആണെങ്കിൽ തന്നെയും നാടകത്തിൽ മുഴുകി നിന്നുകൊണ്ട് അടിമുടി നാടകക്കാരനാണെന്ന് പറയുന്നതിൽ വലിയ ഒരു സന്തോഷം കണ്ടുകൊണ്ട്, അഭിമാനം കൊണ്ടുകൊണ്ട് മുന്നേറിയ ഒരു
ഒരു നാടക തരംഗമാണ് കോഴിക്കോട്ടുണ്ടായത്. ഇന്നും നാടകത്തിൻ്റെ തരംഗമൊക്കെ മുന്നോട്ട് പോകുന്നുണ്ട്. ഒരുപാട് ഏറ്റവും ഒടുവിൽ നമ്മെ വിട്ടുപിരിഞ്ഞ വിജേഷ് അടക്കമുള്ള നാടകക്കാരുണ്ട്. ഈ നാടകത്തിൻ്റേതായ ഒരു സന്ദേശങ്ങൾ പുതുതലമുറ കൈമാറിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇന്നും നാടകത്തിൻ്റെ പുരസ്കാരങ്ങളിലൊക്കെ കോഴിക്കോടിന് വലിയ സ്ഥാനം ലഭിക്കുന്നുണ്ട്. അപ്പോഴെനിക്കൊരു സംശയം, പഴയകാലത്തുണ്ടായിരുന്ന നാടകപ്രവർത്തകർക്കിടയിലുള്ള ആ സാഹോദര്യത്തിൻ്റെ, ആ ഒരു സ്നേഹത്തിൻ്റെ, ആ ഒരു കരുതലിൻ്റെ ഒരു ഊർജം ഇന്ന് ഉണ്ടോ എന്നുള്ളൊരു സംശയം. ഞാൻ ഓരോരുത്തരും അവരുടേതായ നാടക സംഭാവനകൾ നൽകുന്നതിനപ്പുറത്തേക്ക് ഈ കൂട്ടായ്മ എത്രത്തോളം പ്രാവർത്തികമാണ് എന്നുള്ളൊരു സങ്കടം നാടകപ്രവർത്തകരെ ഇന്നും സ്നേഹിക്കുന്ന ഒരാളെന്ന നിലയിൽ എനിക്കുണ്ട് എന്ന് പറയേണ്ടി വരുന്നു. അത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. കോഴിക്കോടായിരുന്നു പല നാടകപ്രവർത്തകരെയും മുന്നോട്ട് കൊണ്ടുപോയത്. കോഴിക്കോടായിരുന്നു പല നാടകപ്രവർത്തകർക്കും ജീവിക്കാനുള്ള ഊർജം നൽകിയത്. ഒന്നും ഉണ്ടാക്കാതെ പോയ, നാടകത്തിന് വേണ്ടി ആയുസ് മുഴുവൻ സമർപ്പിച്ച് ഒന്നും ഉണ്ടാക്കാതെ പോയ എത്രയോ നാടകപ്രവർത്തകരുടെ ഒരു സ്മരണയാണ് ഇത്തരത്തിലൊരു സംഭാഷണത്തിലൂടെ നമ്മൾ ആദരിക്കുന്നത് എന്ന് ഞാൻ വിചാരിക്കുകയാണ്. ഈ പുസ്തകത്തിൻ്റെ തുടക്കത്തിൽ നാടകത്തിൻ്റെ ഒരു പ്രത്യേകത, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നാടകക്കാരെ ഒരുപാട് ആരാധിക്കുന്ന ഒരാളെന്ന നിലയിൽ നാടകത്തെക്കുറിച്ച്, നാടകക്കാരനെക്കുറിച്ച് ഞാൻ എഴുതിയൊരു ഭാഗം വായിച്ചുകൊണ്ട് ഇത് അവസാനിപ്പിക്കാം. നാടകം ഒരു ഒഴിയാബാധ പോലെയാണ്. അതെപ്പോൾ എങ്ങനെ ഒരാളെ പിടികൂടുമെന്നറിയില്ല. ആ മാന്ത്രിക വലയിൽ ഒരിക്കൽ അകപ്പെട്ടാൽ അതിൻ്റെ ചൂരും ചൂടുമറിഞ്ഞ് ജീവപര്യന്തം തടവുകാരനാകും. കൊതിപ്പിക്കുന്ന ആരവങ്ങളാൽ മനസ്സ് നിറയ്ക്കും. നഷ്ടങ്ങളെ വകവയ്ക്കാതെ അരങ്ങു നിറഞ്ഞ് ആടിത്തളരും. അതിനുമേൽ വിലപ്പെട്ട യാതൊന്നുമില്ലെന്ന് സ്വയം വിശ്വസിക്കും. അപരനോട് വാതോരാതെ വാദിക്കും. അരങ്ങിൽ എന്നേക്കുമായി കുഴഞ്ഞു വീണാലും പൊയ്ക്കാല് വെച്ച് വീണ്ടും അരങ്ങിലെത്താൻ അദമ്യമായി ആഗ്രഹിക്കും. മരണശയ്യയിൽ പോലും വല്ലാത്തൊരു ആത്മരതിയോടെ അരങ്ങുണർച്ചകളുടെ ഓർമ്മച്ചന്തം ആവാഹിച്ചെടുക്കും. അരങ്ങിൽ മുഖത്തെഴുത്തോടെ ഞെളിഞ്ഞു നിൽക്കുമ്പോൾ വേണം മരിച്ചു വീണ് പട്ടടയിലേക്ക് എടുക്കാനെന്ന് ശഠിക്കും. അരങ്ങിനെ ചെറുതായെങ്കിലും പഴിക്കുന്നത് ആത്മാഭിമാനത്തെ വ്രണപ്പെടുത്തലായി കണ്ട് ആക്രോശിക്കും. തട്ടിൽ കയറിയ നാടകം നന്നായാൽ സ്വർഗപ്രാപ്തിയേക്കാൾ സന്തോഷിക്കും. പൊളിഞ്ഞാൽ നെഞ്ചു പൊട്ടിക്കരയും. ഹോ, ഈ നാടകക്കാരനെ കൊണ്ട് തോറ്റു എന്ന് പറയിക്കുന്നത്ര വിചിത്രമാണ് അരങ്ങിൻ്റെ രസതന്ത്രം. യുക്തിബോധമോ പ്രായോഗികതയോ വച്ച് അതിനെ അളക്കാൻ പുറപ്പെട്ടാൽ നിരാശയ്ക്കേ വകയുണ്ടാവൂ. മുട്ടോളം നനഞ്ഞവർക്ക് കുളിച്ചു കയറാനുള്ള തോന്നൽ സ്വാഭാവികമാണ്. എന്നാൽ ഇവിടെ അത് തിരിച്ചു കയറലില്ലാത്ത നിത്യസ്നാനമാകുന്നു. കണ്ടു നിൽക്കുന്നവർക്ക് പരമാബദ്ധമെന്ന് പുച്ഛിക്കാവുന്ന ഈ ആത്മാർപ്പണം ഇത്ര കണ്ട് ശക്തമായി അരങ്ങിലല്ലാതെ മറ്റെവിടെയും കാണാനാവില്ല. നാടകമെന്ന നഷ്ടക്കച്ചവടം പ്രാണവായു കണക്കെ നെഞ്ചോടടക്കി ചിതയോളം എത്തിക്കുന്നു ഇവർ. ഈ മനസ്സുകളുടെ സവിശേഷമായ വികല്പമെന്നല്ലാതെ ഈ പ്രതിഭാസത്തിന് മറ്റെന്തു നിർവചനമാണ് നൽകാൻ സാധിക്കുക? ഇത് ഞാനിവിടെ ഇരുന്ന് സംസാരിക്കുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു ഗവേഷകൻ്റെ അല്ലെങ്കിൽ ഒരു നാടക ചരിത്ര അന്വേഷകൻ്റെ ഒരു മനസ്സുകൊണ്ട് ഈ എൻ്റെ കൂടെ ഇരിക്കുന്ന വിൽസേട്ടനെയും ബാബു പറശ്ശേരിയും ഒക്കെ മനസ്സുകൊണ്ട് ആദരിക്കുകയാണ്. കാരണം അവരാണ് കോഴിക്കോടിൻ്റെ നാടക ചരിത്രത്തോടൊപ്പം നടന്നവർ. അവരുടെ ആത്മാർപ്പണം കൊണ്ടാണ് കോഴിക്കോടിൻ്റെ നാടക ചരിത്രത്തിന്, കോഴിക്കോടിൻ്റെ നാടക ഓർമ്മകൾക്ക് ഇത്രമേൽ തിടവയ്ക്കാൻ സാധിച്ചത് എന്ന് ഞാൻ വിചാരിക്കുകയാണ്. ഏതായാലും കോഴിക്കോടിൻ്റെ നാടക ഊർജം ഒരിക്കലും നഷ്ടപ്പെടില്ല എന്ന് തന്നെ വിചാരിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. പുതിയ തലമുറയിലൂടെ, പഴയ തലമുറയുടെ പാഠങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് പുതിയ തലമുറയിലൂടെ നാടകം എന്നും അനീതികൾക്കെതിരെ, ദുർഭരണത്തിനെതിരെ, മറ്റേതെങ്കിലും രീതിയിലുള്ള സമൂഹത്തെ പിന്നോട്ട് നയിക്കുന്ന തിന്മകൾക്കെതിരെ ഒരായുധമായി വരും കാലങ്ങളിലും നാടകം നിലനിൽക്കുമെന്ന് തന്നെ വിചാരിക്കുന്നു. കാരണം ഞാനൊരു ശുഭാപ്തി വിശ്വാസിയാണ്. കോഴിക്കോട്ടെ എല്ലാവിധ നാടക പ്രവർത്തകർക്ക് മുന്നിൽ ശിരസ്സു നമിച്ചുകൊണ്ട് തൽക്കാലം നിർത്തുന്നു. നന്ദി. അപ്പം നമ്മുടെ കോഴിക്കോടിൻ്റെ ഓരോ നാടകക്കാരെയും കുറിച്ചുള്ള കൃത്യമായ വിവരങ്ങൾ മാഷിൻ്റെ കയ്യിൽ ഭദ്രമാണ്. ഇനിയും ഒരുപാട് ആളുകൾ അതിലേക്ക് ചേരാനുണ്ടാവും. കോഴിക്കോടിൻ്റെ ഓരോ പുതിയ കുറേ നാടകക്കാരുണ്ടായി വരുന്നുണ്ട് കോഴിക്കോട്. അപ്പം നാടകത്തെ സംബന്ധിച്ച് ഏറ്റവും വലിയ ഘടകം എന്ന് പറയുന്നത് മതനിരപേക്ഷതയാണ്. നമ്മുടെ ഒരു സാമൂഹിക അന്തരീക്ഷം വെച്ചിട്ട് പുതിയ തലമുറ നമ്മുടെ നാടകം കൊണ്ട് എങ്ങനെയാണ് ഇന്നത്തെ ഈ ഒരു അന്തരീക്ഷത്തെ മറികടക്കുക എന്നത് ഒരു ചോദ്യചിഹ്നം പോലെ നിൽക്കുന്നുണ്ട്. കാരണം മാഷ് പറഞ്ഞു, വിൽസൺ സാറ് പറഞ്ഞു, അതുപോലെ ബാബു സാറും പറഞ്ഞു, ഇവിടെ പുതിയ തലമുറ നാടകത്തിലേക്ക് വരുന്നുണ്ട്. പക്ഷേ അതിനുശേഷം അവർക്ക് എന്ത് എന്നുള്ള ചോദ്യം ബാക്കി നിൽക്കുകയാണ്. നാടകം പഠിച്ചതുകൊണ്ട് അല്ലെങ്കിൽ ഔദ്യോഗികമായി നമ്മുടെ സ്കൂൾ ഓഫ് ഡ്രാമയെന്നൊക്കെ നാടക ബിരുദാനന്തര ബിരുദമൊക്കെ എടുത്ത് പുറത്തിറങ്ങുന്ന വിദ്യാർത്ഥികൾക്ക് പിന്നെ എന്ത് എന്നുള്ള ചോദ്യം നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ പലർക്കും ചിലപ്പോൾ നമ്മളൊക്കെ ഒരു ജോലി അല്ലെങ്കിൽ ഒരു പ്രൊഫഷൻ ആക്കിയെടുക്കുക എന്നുള്ള നിലയിലായിരിക്കും നിൽക്കുന്നത്. അപ്പോൾ ഈ നാടകത്തിലേക്ക് വരുന്നവർ അവരുടെ അവസരങ്ങൾ എങ്ങനെയാണ്
അവർക്ക് വേണ്ടി എന്തെല്ലാം കാര്യങ്ങളാണ് നമുക്ക് ചെയ്തു കൊടുക്കാൻ സാധിക്കുക എന്നതൊക്കെ തന്നെ അവിടെ നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ പുതിയ തലമുറ എങ്ങനെ അതിനെയൊക്കെ തരണം ചെയ്ത് വരും എന്നും നമ്മുടെ കോഴിക്കോടിൻ്റെ പഴയ കാലത്തെ നാടകത്തെ നമ്മളിപ്പം കേട്ടു. ഒരുപാട് ആളുകൾ ജീവിച്ച അല്ലെങ്കിൽ ഒരുപാട് ആളുകൾ ജീവിതം കൊടുത്ത ഒരു നാടക പാരമ്പര്യം തന്നെയാണ് കോഴിക്കോടിനുള്ളത്. അതിൻ്റെ വ്യത്യസ്ത വീക്ഷണങ്ങൾ നമ്മളിവിടെ കേട്ട് കഴിഞ്ഞു. അപ്പം ഇനിയും ഏതെല്ലാം തരത്തിൽ കോഴിക്കോട് നാടകത്തെ പഴയ രീതിയിലേക്കാൾ മികച്ചതായിട്ട് നമുക്ക് കൊണ്ടുപോകാം എന്നതെല്ലാം നമ്മുടെ കയ്യിലാണുള്ളത്. അപ്പം നാടകത്തെ സ്നേഹിക്കുന്ന മുഴുവൻ ആളുകൾക്കും നാടകത്തിനകത്ത് നിലനിൽക്കാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ഇത്രയും നേരം നമ്മളോട് സംസാരിച്ച ശ്രീകുമാർ സാറിനോടും ബാബു സാറിനോടും വിൽസൺ സാറിനോടും ഹൃദയം നിറഞ്ഞ നന്ദി ഞാൻ രേഖപ്പെടുത്തുന്നു. ഈ ഒരു സെഷന് വേണ്ടിയിട്ട്, ഈ ഒരു ഏകോപനത്തിന് വേണ്ടിയിട്ട് അവസരം നൽകിയ ACLFനോട് ഞാൻ വളരെയധികം കടപ്പെട്ടിരിക്കുന്നു. കാരണം എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു നിമിഷം തന്നെയാണ് ഇവരുടെ കൂടെ ഒരു വേദി പങ്കിടുക എന്നുള്ളത്. ഞാൻ നാടകത്തിൽ അഭിനയിക്കാറുണ്ട്, നാടകത്തിലാണ് ഗവേഷണം നടത്തുന്നതെങ്കിൽ കൂടി ഇത്തരത്തിലൊരു വേദി ഞാൻ പങ്കിടുന്നത് ജീവിതത്തിൽ ആദ്യമായിട്ടാണ്. അപ്പം അതിനവസരം തന്ന ACLFനോട് ഞാൻ വളരെ കടപ്പെട്ടിരിക്കുന്നു. നന്ദി.